എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ട് 2-3 സംരംഭത്തിൽ തോറ്റുപോയ കഥ. ഒന്നല്ല രണ്ടല്ല പലതും ഫെയിലിയർ ആയിട്ടുള്ളതുണ്ട്. കിട്ടിയ ജോലിക്ക് ചേർന്നു, കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ പല ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിട്ടിയതിന് പോകുമായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ ഈ കാർഡ് ഉണ്ടാവില്ലായിരുന്നു. അതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ എത്ര ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT ഒക്കെ ഉണ്ടെങ്കിലും കിടന്നുറങ്ങാനൊരു സ്ഥലം വേണമല്ലോ. മണി ഈസ് കേഴ്സ്. നമ്മൾ വെള്ളം അമൂല്യമാണെന്നൊക്കെ പറഞ്ഞ മാതിരി പണം അമൂല്യമാണ്. ഇപ്പോഴും ഞാനത് പറയും. പൈസ ചിലവാക്കണമെങ്കിൽ ഞാൻ സൂക്ഷിച്ച് ചിലവഴിക്കുകയുള്ളൂ. ഞാനൊരു പിശുക്കനാണെന്നേ, അത് പറയാൻ എനിക്കൊരു മടിയില്ല. ആ നേരം കൊണ്ട് എൻ്റെ പാവപ്പെട്ടവരെ സഹായിച്ചുകൂടെ? നമ്മളെ ജനം വിലയിരുത്തുന്നത് നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ടാണോ, വാച്ച് കണ്ടിട്ടാണോ, ഷൂസ് കണ്ടിട്ടാണോ, ഉപയോഗിക്കുന്ന കാറ് കണ്ടിട്ടാണോ? അല്ല, അതിയായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പുച്ഛാതെ തോന്നുന്നുള്ളൂ. ഞാൻ സാറിൻ്റെ ഫേസ്ബുക്കൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അതിൻ്റെ താഴെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തെറിയൊക്കെ പറയും ആൾക്കാർ. എന്നാൽ ഒരു കമൻറ്റ് പോലും അതിന് ഡിലീറ്റ് ചെയ്ത് ഞാൻ കാണാറില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടി വന്നിട്ട് ഒരു കാര്യവുമില്ലാതെ അന്ധമായിട്ട് നമ്മളിങ്ങനെ ആൾക്കാർ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ എന്ത് തോന്നും? നമ്മൾ വായിക്കാതിരുന്ന വായിക്കില്ല. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ സംരംഭക ലോകത്ത് മുഖവര ആവശ്യമില്ലാത്തൊരു സംരംഭകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ജീവകാരുണ്യ രംഗത്താകട്ടെ, സാംസ്കാരിക രംഗത്താകട്ടെ തൻ്റേതായ ഇടം തീർത്ത വ്യക്തി. സ്പാർക്കിൻ്റെ വേദിയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ്. കേരളത്തിൻ്റെ സംരംഭക ലോകത്തെ പകരക്കാരില്ലാത്ത സംരംഭകൻ ശ്രീ കൊച്ചൗസേബ് ചിറ്റലപ്പള്ളി. സ്വാഗതം സാർ സ്പാർക്കിൻ്റെ വേദിയിലേക്ക്. നമസ്കാരം രംഗു. കാരണം സ്പാർക്കിൻ്റെ വേദിക്ക് പൊതുവെ ഒരുപാട് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരാളാണ് സാർ. കാരണം കേരളത്തിൻ്റെ സംരംഭക ലോകത്ത് വളരെ സുപരിചിതനാണ്. നമ്മുടെ സ്പാർക്കിൻ്റെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങി എങ്ങനെ വളർന്നു എന്നൊക്കെയാണ് ഒരുപാട് തവണ കേട്ട കഥയാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ ജീവിതത്തിലെ തുടക്കം എവിടെ നിന്നായിരുന്നു? അയ്യോ, അത് ഇനിയും ആവർത്തിച്ചാൽ നിങ്ങളുടെ ചാനലിൽ പൊട്ടിപ്പോവും എനിക്ക് തോന്നുന്നത്. ശരിക്കും പറയാം, പലതവണ പറഞ്ഞ പോലെ തന്നെ ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളായിരുന്നു. നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡറൊന്നും ആയിരുന്നില്ല. കോളേജിലും അത് ഒരു എബവ് ആവറേജ്. എൻ്റെ താല്പര്യം മുഴുവനും അത് ടെക്നോളജിയോടായിരുന്നു. അപ്പോൾ ടെക്നോളജിയിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. അതായിരുന്നു എൻ്റെ സ്ട്രെങ്ത്ത്. പിന്നെ അന്ന് പഠിക്കുന്ന കാലത്ത് വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഒരു സയൻറ്റിസ്റ്റ് ആവണം, ഒരു കിട്ടുകയാണെങ്കിൽ ISROയിൽ കിട്ടണം എന്നൊക്കെ ആയിരുന്നു. പഠിപ്പിച്ചിട്ടായിരുന്നു? അല്ലല്ല, അതില്ല, ഒരു എബവ് ആവറേജ്. ആഗ്രഹങ്ങൾക്കെതിരില്ലല്ലോ. അപ്പോൾ ഈ സംരംഭക ലോകത്തേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? അതാണ്. ഇപ്പോൾ MSc കഴിഞ്ഞു, റിസൾട്ട് വന്നു, കിട്ടിയ ജോലിക്ക് ചേർന്നു. കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ സഹതാപ തരംഗം, അതായത് അയ്യോ മോനെ ജോലിയൊന്നും ആയില്ലേ. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടിയ ജോലി ഒരു ചെറുകിട സ്ഥാപനത്തിൽ ഒരു സൂപ്പർവൈസറായിട്ട്. പക്ഷെ അന്നത്തെ ശമ്പളം 500 രൂപയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലേ? 500. അത് തുടക്കത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല, അത് പുറത്ത് പറയാതിരിക്കുന്നതല്ലോ. പക്ഷെ പിന്നെ 500 അവർ പലതവണയായിട്ട് കൂട്ടിത്തന്ന് അത് 850 രൂപയായിട്ടാണ്. പക്ഷെ അന്ന് 850 രൂപയ്ക്ക് 2 പവൻ സ്വർണം കിട്ടും. അതായത് ഇന്നത്തെ 2 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട്. അത് വേറെ കാര്യം. ആ ഒരു രീതിയിലേക്ക് ശമ്പളം. അതിനുശേഷം സംരംഭം തുടങ്ങുന്നത് പിന്നീട് സ്വന്തമായിട്ടൊരു ആശയം വന്നിട്ടാണ് തുടങ്ങുന്നത്? അല്ല, അത് ആ സമയത്ത് ഞാൻ പല ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിട്ടിയതിന് പോകുമായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ ഈ കാർഡ് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ആ സ്ഥാപനം എന്തുകൊണ്ടോ നന്നായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ എനിക്ക് വെപ്രാളായി. കാരണം ഒന്നല്ലെങ്കിൽ വേറെ നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നായി. അങ്ങനെ വന്നപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. ആദ്യത്തെ കാശ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം പടിപടിയായിട്ട് സാറ് വളർന്നു വരുന്നു. സാറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം ആ കാലഘട്ടത്തിൽ ഒരുപാട് ഈ കഥ നമുക്കറിയാം. ഞാൻ അതിൽ നിന്ന് നേരിട്ടൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്തെല്ലാം അഡ്വർടൈസിങ് ടെക്നിക്കുകളായിരുന്നു അന്ന് സാറ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അന്ന് അഡ്വർടൈസ് ചെയ്യാനൊന്നും പണമില്ല. അതായത് ഒരു ഏജൻസി വയ്ക്കാനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ ഉള്ള പ്രോഫിറ്റിൽ ചെറിയൊരു പെർസെൻറ്റേജ് ഞാൻ പരസ്യത്തിന് ഉപയോഗിച്ചിരുന്നു. അത് എനിക്കെപ്പോഴും ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പണ്ട് തൊട്ട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ ടാറ്റ ഗ്രൂപ്പ്, ഗോദ്രേജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനെ അതിനോടൊക്കെ എനിക്ക് വലിയൊരു
ഒരു ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിന് പരസ്യം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അന്നത്തെ ബജറ്റ് അനുസരിച്ച് ചെയ്യാവുന്നത് ചെറിയ ചെറിയ ഹോർഡിങ്സ് വയ്ക്കുക റോഡ് വക്കത്ത്. അന്ന് റോഡ് വക്കത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് വലിയ ചിലവൊന്നുമില്ല. അതേമാതിരി ചുമരയിൽ എഴുതുക, അങ്ങനെയുള്ളത്. പിന്നെ വളരെ പിന്നീടാണ് പേപ്പറിലൊക്കെ പരസ്യം തുടങ്ങിയത്. ആദ്യത്തെ പരസ്യവാചകം ഓർക്കുന്നുണ്ട്? അത് പലതും മാറി മാറി ഉപയോഗിച്ചിട്ട് പിന്നെ അവസാനം ദ നെയിം യു ക്യാൻ ട്രസ്റ്റ് എന്ന് എപ്പോഴോ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അതിലങ്ങ് കുറ്റിയടിച്ചു. പിന്നെ അത് എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം നമ്മൾ ഉപയോഗിച്ചു, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. സാറ് പറയാറുണ്ട് ഏത് സംരംഭം തുടങ്ങുമ്പോഴും അതിന് പേരിടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എങ്ങനെയാണ് ഈ വി-ഗാർഡ് എന്ന് പറയുന്ന ഒരു പേരിലേക്ക്? അത് അധികം ചിന്തിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ എനിക്ക് എൻ്റെ പ്രോഡക്റ്റിനൊരു പേര് വേണം. ഞാനുണ്ടാക്കാൻ പോകുന്ന സ്റ്റെബിലൈസറാണ്. അത് വോൾട്ടേജ്, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന 230 വോൾട്ട് എന്ന് പറയുന്നത് എൻ്റെ ഷോർട്ട് ഫോം വി എന്നാണല്ലോ. അപ്പോൾ വി ഞാൻ തന്നെ എഴുതി, ഗാർഡ് മീൻസ് പ്രൊട്ടക്ഷൻ. അപ്പോൾ എഴുതിയൊരു അതിൻ്റെ മീതൊരു വട്ടമൊക്കെ വരച്ച് അത് നമ്മൾ തന്നെയായിരുന്നു അത് ചെറുകിട ആർട്ടിസ്റ്റിനെ കൊണ്ട് അതൊന്ന് വൃത്തിയാക്കി. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്കെന്നെ വായിക്കാനറിയില്ല, പറ്റില്ല. അങ്ങനെയാണ് വി-ഗാർഡ് ബ്രാൻഡ് ജനിക്കുന്നത്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് വി-ഗാർഡ് ഞങ്ങൾ ഗാർഡ് ചെയ്യും, അല്ലെങ്കിൽ ഗാർഡ് എന്നൊക്കെയാണ്. ജനം പിന്നെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഇതുപോലെയുള്ള ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ ജനം അങ്ങനെയൊക്കെ ഞാൻ പറയാം ആയിക്കോട്ടെ എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചില്ല അങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്നത്. പരസ്യങ്ങൾ അതിനുശേഷം ഈ പത്രത്തിലേക്കൊക്കെ പരസ്യങ്ങൾ വരുമ്പോൾ എത്ര രൂപയാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും പരസ്യം ചെയ്യാറുണ്ട്? ഒരു ടോട്ടൽ ടേൺ ഓവറിൻ്റെ എത്ര % ആയിരിക്കും അക്കാലത്തൊക്കെ വി-ഗാർഡ് ചെലവാക്കിയിട്ടുണ്ടാകും? എൻ്റെ ഒരു അനുഭവം അനുസരിച്ചിട്ട് ഇപ്പോൾ വി-ഗാർഡിൻ്റെ ഒരിക്കലും ഒരു 7 to 8% കൂടിയിട്ടില്ല പരസ്യത്തിന് ഉപയോഗിക്കുന്ന എമൗണ്ട്. ആക്ച്വലി ഞാൻ പരസ്യത്തിൽ കൂടി അല്ല വി-ഗാർഡ് വളർന്നു വന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അഡ്വർടൈസിങ് ഏജൻസിയൊക്കെ കളിയാക്കും, നിങ്ങളുടെ പരസ്യം ചെയ്തിട്ടൊന്നല്ല വി-ഗാർഡ് വളർന്നത്. പത്രക്കാരോടും പറയാറുണ്ട്, പത്രത്തിലിട്ടിട്ടൊന്നല്ല പരസ്യം പറഞ്ഞ്. ജനങ്ങൾ അത് ഏറ്റെടുക്കണം. ജനങ്ങളത് കൊള്ളാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കത് വിശ്വാസമായാൽ, ജനങ്ങൾ ഹാപ്പിയാണെങ്കിൽ അവർ 10 പേരോട് പറയും. അല്ലാത്തടത്തോളം കാലം എത്ര പരസ്യം ചെയ്തിട്ടും ബ്രാൻഡ് ജയിക്കില്ല, ബ്രാൻഡ് മുന്നോട്ട് പോവില്ല. അപ്പോൾ പരസ്യത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് മേക്കിംഗ്. തീർച്ചയായിട്ടും ക്വാളിറ്റി, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്, അതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ പരസ്യം ചെയ്തിട്ട് എത്ര നാൾ പിടിച്ചു വെക്കാൻ പറ്റും? അതുപോലെ തന്നെ എല്ലാ സംരംഭകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു മൂലധനത്തിൻ്റെ ക്രൈസിസ്, ക്യാപിറ്റൽ ഇല്ലാതെ വരിക എന്ന് പറയുന്നൊരു പ്രശ്നം. എങ്ങനെയാണ് ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്, ഫാദർ ചെറുതായിട്ട് സഹായിച്ചാൽ അതുകൊണ്ടെല്ലാം ആകില്ല. എന്ത് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാപിറ്റലൊക്കെ അറേഞ്ച് ചെയ്തത്? എങ്ങനെയായിരുന്നു അത്? ഞാൻ പറയും, എൻ്റെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ മാതിരി ഫാസ്റ്റ് ഗ്രോത്ത് അല്ല ആയിരുന്നത്, പയ്യെ ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഫാദറിനെ മണിയടിച്ച് 1 ലക്ഷം രൂപ ആളോട് സംഘടിപ്പിച്ചു. ഞാൻ പറഞ്ഞു ലോണായിട്ട് തന്നാൽ മതി, എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. അപ്പോൾ 1 ലക്ഷം രൂപ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ വീണ്ടും ബാങ്കുകാർ അനദർ 1 lakh തരുമല്ലോ, അങ്ങനെയാണല്ലോ ഗവൺമെൻറ്റൊക്കെ പറയുന്നത്, ബാങ്കുകാരും പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ബാങ്കുകാരൊന്ന് വലിച്ചു നീട്ടിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വലിച്ചു നീട്ടി. കാരണം അവർ നോക്കട്ടെ, ആലോചിക്കട്ടെ, ആ ഡീറ്റെയിൽ ഇതാ, ഈ ഡീറ്റെയിൽ ഇതാ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത് അന്ന് ടാറ്റയ്ക്കുണ്ട് സ്റ്റെബിലൈസർ, പിന്നെ കെൽട്രോൺ ഉണ്ട്, അങ്ങനെ വൻകിടക്കാരാണ്, നിങ്ങളൊരു ചെറുകിട കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു ഇത് വയബിളല്ല, ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഒരു കണക്കിന് എനിക്കത് ഗുണമായി. കാരണം നമ്മൾ മുണ്ട് മുറുക്കി കുത്തി അല്ലെങ്കിൽ ചിലവ് ചുരുക്കി പടിപടിയായി മുന്നോട്ട് പോയി. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പഠിച്ചു കടന്നു, അവിടുന്ന് കൂടുതൽ പഠിച്ചു. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ സന്തോഷത്തോടെ പറയും അതൊരു ഗുണമെന്ന് പറഞ്ഞാലും അന്നാകെ തകർന്നു പോയായിരുന്നോ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ? ഇല്ല, പക്ഷെ അപ്പോഴേക്കും നമ്മളിങ്ങനെ അവർ കൊതിപ്പിക്കും, അതായത് അതിതാ, ഈ ഡീറ്റെയിൽ ഇതാ. എനിക്ക് തോന്നുന്നത് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് തരില്ല എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി എന്നുള്ളത് കാര്യം.
പിന്നീട് ബാങ്ക് ലോണുകളെ ആശ്രയിക്കേണ്ടി വന്നോ മുന്നോട്ടുള്ള യാത്ര? തീർച്ചയായിട്ടും ഞാൻ പറയും ഏത് ബിസിനസ്സും വളരണമെങ്കിൽ ബാങ്ക് ലോണ് അത്യാവശ്യമാണ്. പക്ഷേ അത് അവരെത്ര അനുവദിച്ചാലും അതിൻ്റെ പരമാവധി കുറച്ച് എമൗണ്ടാണ് ഞാൻ അവെയിൽ ചെയ്തിരുന്നുള്ളൂ. കാരണം എനിക്കറിയാം, കാരണം വി-ഗാർഡ് വിറ്റതിൻ്റെ ലാഭം എല്ലാം കൂടി ചിലവൊക്കെ കഴിച്ചാൽ 10% കിട്ടുള്ളായിരിക്കും. അതിനേക്കാളും കൂടുതൽ അവന്മാർക്ക് കൊടുക്കണം, ബാങ്കുകാർക്ക് 12%. അന്ന് കാലത്ത് 12, 13, 14 ഉണ്ടായിരുന്നു ബാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മേടിക്കാനൊരു പേടിയായിരുന്നു. ആയിരുന്നു. അന്ന് കാലത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാദർ ഇൻവെസ്റ്റ് ചെയ്തല്ലാണ്ട് വേറെ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് കൊള്ളാം, ഈ പരിപാടിയൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഞാനത് എൻകറേജ് ചെയ്തില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഒരാളിൽ നിന്ന് പണം വാങ്ങിച്ചാൽ പിന്നെ അത് നമ്മൾ അവരോട് ഉത്തരം പറയണ്ടേ. അപ്പോൾ അതിനെന്തുകൊണ്ടോ തുനിഞ്ഞില്ല. ഇതേ സമയത്ത് തന്നെയാണ് വിവാഹം കഴിയുന്നത്. എനിക്ക് തോന്നുന്നു വി-ഗാർഡിനും ഷീലാൻ്റിയായിട്ടുള്ള ജീവിതത്തിനും ഒരേ ദൈർഘ്യ കാലാവധിയാണെന്ന് തോന്നുന്നു. അതെ, ഒരു 8 മാസത്തെ മാറ്റമുള്ളൂ. 8 മാസത്തെ മാറ്റമുള്ളൂ. അപ്പോൾ ഈ വി-ഗാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി കിടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മധുവിധു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഹണിമൂൺ കാലഘട്ടമൊക്കെയാണ്. അപ്പോൾ പലതും മിസ് ചെയ്തിട്ടായിരിക്കും ഓടുന്നുണ്ടാകുക. എങ്ങനെയായിരുന്നു ഷീലാൻ്റിയുടെ ഒരു സപ്പോർട്ട്? അത് ഡീറ്റെയിൽ ഷീലാൻ്റിയോട് ചോദിക്കാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ബിസിനസ്സാണ്, സെക്കൻഡ് പ്രയോറിറ്റി ബിസിനസ്സാണ്, അത് കഴിഞ്ഞിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ എന്ന് പറയണ്ടായി. തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം നിലനിൽക്കണമല്ലോ. പൈസ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ രുചിയൊന്നും ഉണ്ടാവില്ല, ഈ മധുരമൊന്നും ഉണ്ടാവില്ല ഹണിമൂണിന്, അല്ലേ? അതെ. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണുന്ന വിജയം തോന്നാറുണ്ട്. എന്നാലും എവിടെയെങ്കിലൊക്കെ ഒരു നഷ്ടബോധം തോന്നും, ഞാൻ അന്ന് ഇത്തിരി നന്നായിട്ട് ജീവിക്കേണ്ടതായിരുന്നു, ഇത്തിരി പേഴ്സണൽ ലൈഫൊക്കെ കൂടുതൽ എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു അഡ്വാൻറ്റേജ് കിട്ടിയത്, നമ്മൾ നാട്ടിൻപുറത്ത് ജനിച്ച് വളരുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ 1950 മോഡലാണ്, പഴയ മോഡലാണ്. 1950 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വെറും 3 കൊല്ലമായിട്ടുള്ളായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ കരയിലേക്ക് ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കുന്നത് തന്നെ ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അതുവരയ്ക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ രണ്ടറ്റവും കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഓക്കെ ആയിരുന്നു, പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. 90കളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ 2000ലേക്ക് എത്തുമ്പോൾ ഈ വി-ഗാർഡ് നന്നായി ഡെവലപ്പ് ആകുന്നു. അതിനോടൊപ്പം തന്നെ വീഗാലാൻഡ് എന്നും പറഞ്ഞിട്ടാണ് ആദ്യം അമ്യൂസ്മെൻറ്റ് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? അപ്പോഴേക്കും വി-ഗാർഡ് തുടങ്ങിയിട്ട് ഏകദേശം 23 വർഷമായി. 1977 വി-ഗാർഡ് തുടങ്ങുന്നത്, 2000 അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങുന്നത്. അപ്പോൾ 23 വർഷം പിന്നിട്ടപ്പോഴേക്കും സ്ഥാപനം വളരെ വലുതായി, ധാരാളം മാനേജേഴ്സായി, എൻജിനീയേഴ്സായി. പിന്നെ വി-ഗാർഡ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര അവിടേക്കൊക്കെ വ്യാപിപ്പിച്ചു. മാനേജേഴ്സ് കേപ്പബിളായി. അപ്പോൾ അവരെയൊക്കെ ഞാൻ പറയും, ചിലർ എന്നെക്കാളും മിടുക്കരായിട്ടുള്ള മാനേജേഴ്സ് എനിക്കുണ്ട്. ഇന്ന് അവരെൻ്റെ കൂടെയുണ്ട്. എനിവേ, അപ്പോൾ അവരൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ കുറേ നേരം മാറി നിന്നാലും ഈ ഗാർഡിനൊരു സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് മാറി ചിന്തിച്ചത്. അത് എന്തായിരുന്നു ആ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ പടവുകേടുകാരനാണ്. പള്ളിക്കരയിൽ കൊച്ചൗസേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ വന്ന് വലിയൊരു കുന്ന് വാങ്ങിയിട്ടുണ്ട്, എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്, കാശ് കളയാനുള്ള പരിപാടിയാണെന്നൊക്കെ നാട്ടിലെല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഇല്ലാത്തൊരു പരിപാടി തുടങ്ങുകയാണ്, ഏതൊരു കാശുകാരനാണ് എന്നുള്ള രീതിയിൽ അക്കാലത്തൊരു സംസാരമുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ ശരിക്കും എന്താ അങ്ങനെ ഒരു ഐഡിയയിലേക്ക് പോകാനുള്ളൊരു കാരണം? അല്ല, അതൊരു ഒത്തുകിട്ടിയൊരു ഐഡിയ ആണ്. ഒത്തുകിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെയൊക്കെ ആയപ്പോഴേക്കും സാമ്പത്തികമായിട്ട് ബെറ്ററായി. അപ്പോൾ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു വിദേശയാത്രയൊക്കെ നടത്തും. പണ്ട് 2 വർഷം കൂടുമ്പോഴാണ് വിദേശയാത്ര നടത്താൻ പാടുള്ളായിരുന്നു, അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതും $500 കയ്യിൽ വയ്ക്കാൻ പാടുള്ളായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്കതൊന്നും അറിയില്ല. എനിവേ, ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. അന്വേഷിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടത്തേക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ തിരക്കും അല്ലെങ്കിൽ ഒരു അട്രാക്ഷനും അതിൻ്റെ ഒരു കൗതുകവും ഒക്കെ കണ്ടിട്ട് എന്തുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമ്മുടെ അവിടെ തുടങ്ങിക്കൂടാന്നായിരുന്നു.
അങ്ങനെയാണ് ഒരാശയം വീണ് കിട്ടിയതെന്ന് തന്നെ പറയാം. അല്ലാതെ ഞാൻ എന്നോട് ചോദിക്കുകയാണ് ഇത് ആദ്യമേ തന്നെ പ്ലാനിലുണ്ടായിരുന്നു, നോ ഇല്ല, അത് പെട്ടെന്ന് കിട്ടിയൊരാശയമായിരുന്നു. ഈ പേരിപ്പോൾ എവിടെ നിന്ന് കിട്ടിയതാണ് വീഗാലാൻഡ്? രണ്ടാമത്തെ പേരും വീലാണല്ലോ വരുന്നത്. രണ്ടാമത്തെ പേരിന് യാതൊരു അർത്ഥമില്ലാത്ത പേരാണ്. കാരണം വീഗാലാൻഡ്, വീഗാർഡുകാരുടെ ഒരു ലാൻഡ് എന്നുള്ള മാത്രമേ ന്യായീകരിക്കാൻ പറ്റുള്ളൂ. ഒരു ചുരുക്കപ്പേരായിരിക്കണം. ഞാനെപ്പോഴും പറയും, ഒരു ബ്രാൻഡിൻ്റെ ഒരു കൗതുകം വേണം, അതിനൊരു ഒതുക്കം വേണം, അതിനൊരു എല്ലാവർക്കും പറയാൻ എളുപ്പമുണ്ടാവണം. അത് കൊച്ചു കുട്ടികൾക്ക് വരെ നാവ് വഴങ്ങണം, ഏത് ബ്രാൻഡായാലും എന്ന് പറയാറുണ്ട്. അങ്ങനെ എന്താണ് വീഗാലാൻഡിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എന്താ ഒരു ഐഡിയ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് അന്നൊരു ആനക്കുട്ടിയാണ്. അതെ, ഞാൻ ഒരു കൗതുകത്തിന് ഒരു ആനക്കുട്ടിയെ വാങ്ങിച്ചു. ഞാൻ എന്നെ മാല ഇടിച്ചിട്ടുണ്ട് ആനക്കുട്ടി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ മറ്റേ സർക്കസിലെ ജോക്കേഴ്സൊക്കെ ഉണ്ടാവില്ല, അവരൊരു പരിപാടി നടത്തി വന്നിട്ട് ഈ ആന വന്ന് മാല ഇടിക്കുക. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മേജർ ആഗ്രഹം ഈ ആന മാല ഇടണമാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി ഇങ്ങനെ കാത്തു ഒരു കഷ്ണം റസ്ക് കൊടുക്കും, അപ്പോൾ മാലയിട്ട് തരും. അത് അതിനകത്തൊരു കൗതുകം ഉണ്ടായിരുന്നത്, ഈ പാർക്ക് തുടങ്ങുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തന്നെ ഞാൻ കുറേ നാളായി അന്വേഷണം തുടങ്ങിയിട്ട് ഒരു ആനക്കുട്ടിയെ വാങ്ങിക്കാനായിട്ട്. കാരണം അതിൻ്റെ എംബ്ലത്തിൽ വീഗാർഡിന് കങ്കാരുള്ള പോലെ ഇതിലും ഒരു മൃഗം വേണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തു, ഒരു ആനക്കുട്ടിയെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ആ എംബ്ലത്തിൽ ഉണ്ടായിരുന്നു ഈ ആനക്കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ജീവനുള്ള ആനക്കുട്ടി അന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ബീഹാറിൽ നിന്ന് വാങ്ങിക്കാം, ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതിന് ഏജൻസ് ഉണ്ട്, അവരുടെ ഏർപ്പാട് ചെയ്ത് അത് ഈ പാർക്ക് ഇനോഗ്രേഷന് 6 മാസം മുമ്പ് ഈ സാധനത്തിന് കിട്ടി. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് അതിനെ വളർത്തിയത്. വീട്ടിലായിരുന്നു 6 മാസം. പിന്നീട് അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ അത് 4 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. 4 കൊല്ലം. അപ്പോഴേക്കും അത് വലുതായി. പിന്നെ അതിനെ മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി. അപ്പോൾ അത് നമുക്കതൊരു തലവേദനയാവാൻ തുടങ്ങിയപ്പോൾ ഒരു നല്ല വില കിട്ടിയപ്പോൾ അതിനെ അങ്ങോട്ട് കൊടുത്ത് ഒഴിവാക്കി. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അധികം ആൾക്കാർ IPO ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ 2 ബ്രാൻഡുകൾ IPO ചെയ്തു. എന്തായിരുന്നു അതിന് പ്രേരിപ്പിച്ചൊരു ഘടകം? എന്തായിരുന്നു? IPO ചെയ്തത് വീഗാർഡ് 2008. അപ്പോഴേക്കും ഈ പറഞ്ഞ മാതിരി വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. അപ്പോഴേക്കും അരുണും ഇതിനൊക്കെ പഠിപ്പ് കഴിഞ്ഞ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവരും ഉണ്ട്, ഞാനും ഉണ്ട്. പിന്നെ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് വീഗാർഡിനെന്ന് ആദ്യം തോന്നി. കാരണം അന്ന് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ഇത്രയും വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ഇരട്ടി മറ്റ് സ്റ്റേറ്റിലും കൂടി സാധിക്കുമല്ലോ. അപ്പോൾ 2-3 ഫാക്ടറി തുടങ്ങണം, ആ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു. പണം 2-3 വിധത്തിൽ കിട്ടുമല്ലോ. ഒന്നല്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ഇക്വിറ്റി പോവാം, അല്ലെങ്കിൽ ബാങ്ക് ലോൺ ആവാം, അല്ലെങ്കിൽ IPO. ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് IPO റൂട്ടായിരുന്നു മാത്രം. ഒന്നുമല്ല, അപ്പോഴേക്കും വീഗാർഡിന് അതിൻ്റേതായ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് പോപ്പുലറായിരുന്നു. അപ്പോൾ നമ്മുടെ മാനേജർമാരൊക്കെ സ്വസ്ഥമായിട്ട് പറയും വീഗാർഡാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ടേൺ ഓവറുള്ള കമ്പനി വീഗാർഡാണെന്ന് പറയും. ഞാൻ പറയും നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് നോക്ക്. ഇന്ത്യക്ക് അകത്ത് വേറെ ഹാവൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബജാജ് ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിസ്സാരമായിരുന്നു അന്ന്. അപ്പോൾ ഈ IPO പോയപ്പോൾ അങ്ങനെ ഒരു ഗുണം കിട്ടി. കാരണം നമ്മുടെ ചിന്താഗതി മാറി, ഓൾ ഇന്ത്യ ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങി. അതാണ് അത്ര എളുപ്പമായിരുന്നു. കാരണം അത്ര പരിചിതമില്ലാത്തൊരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായോ? തീർച്ചയായിട്ടും. കാരണം അത് പറയണമെങ്കിൽ വേറൊരു എപ്പിസോഡ് വേണ്ടി വരും. 2008 പബ്ലിക് ഇഷ്യൂ പോകുന്നത്. അപ്പോൾ എനിക്കതിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ ജിയോജിത്ത്, CJ ജോർജ്, അവർ നമ്മളെക്കാളും ചെറിയ കമ്പനിയാണ്. എന്നിട്ട് അവർ പോലും IPO പോയിട്ടുണ്ട്, പണം പിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധിക്കുന്നുള്ളൊരു തോന്നലാണ് നമ്മളെ ധൈര്യം തന്നത്. പിന്നെ പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും, അത് ചെയ്യണം.
അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം കടന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഷെയറിൻ്റെ വിലയൊക്കെ കുത്തനെ ഇടിഞ്ഞപ്പോൾ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ല, അത് എനിക്കില്ലെങ്കിലും മക്കൾക്കൊക്കെ തോന്നി. കാരണം ഒരു നാണക്കേടായിരുന്നു. കാരണം ഷെയറിൻ്റെ വില പുറകോട്ട് പോകുന്നു, അപ്പോഴേക്കും ഗ്ലോബൽ റിസഷൻ വരുന്നു, ലെയ്മൻ ബ്രദേഴ്സ് തകരുന്നു, ഷെയർ മാർക്കറ്റ് ഇടിയുന്നു. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞങ്ങളുടെ വി-ഗാർഡിൻ്റെ സെയിലിനൊരു കുറവുമില്ല, ഷെയറിലെ പ്രശ്നമുള്ളൂ, ഷെയറാണ് കുറയുന്നുള്ളൂ. അപ്പോൾ പറ്റാവുന്ന ഷെയർ ഞാൻ എന്നിട്ട് വാങ്ങിച്ചു കൂട്ടി. എനിക്ക് നമ്മുടെ കമ്പനികളുടെ വിശ്വാസമായതുകൊണ്ട് നമ്മൾ ഷെയർ എനിക്ക് വേറെ ഒരു കമ്പനിയുടെയും ഷെയർ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഉള്ളത് മുഴുവനും വി-ഗാർഡിൻ്റെയോ വണ്ടർലയുടെയോ മാത്രമേ ഷെയറുകളുള്ളൂ. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ രണ്ടാമത് വണ്ടർലയുടെ? തീർച്ചയായിട്ടും. ഒരെണ്ണം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വിഷയം പഠിച്ചല്ലോ. അപ്പോൾ പിന്നീട് വണ്ടർല ഹൈദരാബാദ് പാർക്ക് തുടങ്ങാനായിട്ട് പണം വേണം. അപ്പോൾ ഈസി ആയിട്ട് അതും പബ്ലിക് ഇഷ്യൂ പോയി. അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ അപ്പോഴേക്കും പിള്ളേർ അതൊക്കെ ആയിട്ട് പരിചയമായി നിർത്താം. എപ്പോഴും അച്ഛന്മാർ ഭയങ്കര കച്ചവടക്കാരാകുന്നു. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു പേരിന് സമൂഹത്തിൽ ഭയങ്കര ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അരുണും മിഥുനൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് അച്ഛനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു, മക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരു ചോദ്യം വരികയോ അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും സക്സഷൻ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അല്ല, അത് അതിൻ്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടുണ്ടാകും, സഹിച്ചോട്ടെ. പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇനി അവരോട് ചോദിക്കണം. പിന്നെ ഞാൻ എങ്ങനെയാണ്, അതായത് ഞാൻ എൻ്റെ വിശ്വസ്തരായിട്ടുള്ള മാനേജർമാർക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുക്കും, വിശ്വസ്തരായിട്ടുള്ള മാനേജർമാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും, ഫ്രീഡം കൊടുക്കും. അപ്പോൾ അത് ഇവർ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ നമ്മുടെ പലരും ഫാമിലി ബിസിനസ്സിൽ പിള്ളേർ ജോയിൻ ചെയ്യാറില്ല. കാരണം അതിനേക്കാളും ഭേദം വിദേശത്തൊക്കെ ജോലിയായിട്ട് കൂടാം, ആരോടും കണക്ക് പറയണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അവർ ഫാമിലി ബിസിനസ്സിലേക്ക് വന്നു എന്ന് അവരോടൊന്ന് ചോദിച്ചേക്ക്. എന്തായാലും കാണുമ്പോൾ ഒന്ന് ചോദിക്കണം. അതുപോലെ നമ്മളിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ പിന്നീട് വീഗാലാൻഡ് ഡെവലപ്പേഴ്സിലേക്ക് എത്തുന്നുണ്ട്. ആദ്യം ഒരു സ്റ്റെബിലൈസർ ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞൊരു പാർക്ക് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് ബിൽഡിങ്ങിലേക്ക് മാറുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? അതും ഈ പറഞ്ഞ മാതിരി അത് തുടങ്ങാനതിൻ്റെ ഒരു 4 കൊല്ലം മുമ്പ് വരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല, അങ്ങനൊരു ലൈനിലേക്ക് ഇറങ്ങുന്നത് തന്നെ. പക്ഷേ ഞാൻ ഈ പാർക്കുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് എനിക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിരുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ മേഖലയിലായാലും ശരി, അതിൻ്റെ കോൺസെപ്റ്റല്ലായാലും ശരി. ഓഫ് കോഴ്സ് ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഒരുപാട് ആശയങ്ങൾ ഞാൻ കൊടുത്തിരുന്നു, അവരെ കൊണ്ട് ഞാൻ നടപ്പിലാക്കിയിരുന്നു. അവരും അത് പലയിടത്തും കോപ്പി ചെയ്തിട്ടുണ്ട്. എനിവേ, പിന്നെ വി-ഗാർഡിൻ്റെ ഒരു കോർപ്പറേറ്റ് ബിൽഡിങ് പണിതു, അതിലും എൻ്റെ ആശയങ്ങളുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ബിൽഡിങ് പോലെ പണിതെടുത്തു. തീർച്ചയായിട്ടും അതൊന്നൊരു വേറിട്ട് നിൽക്കുന്ന ബിൽഡിങ്, അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എനിവേ, അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ആശയമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റെസ്പോൺസിബിൾ ബിൽഡർക്ക് ഒരു സ്പേസ് ഉണ്ട്. കാരണം ധാരാളം ബിൽഡേഴ്സ് ഉണ്ടല്ലോ. അതെ അതെ, പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ. പക്ഷെ അവരെയൊക്കെ ഓവർടേക്ക് ചെയ്തിപ്പോൾ വീഗാലാൻഡ് ഒന്നാമത് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നാമതായി എന്ന് പറയാം. അത് കണക്ക് അവരോട് തന്നെ ചോദിക്കണം. എനിവേ, അപ്പോൾ ഞാനിങ്ങനെ പറയാറുള്ളൂ, ഒരു റിലയബിൾ റെസ്പോൺസിബിൾ ബിൽഡർക്ക് എന്നും ഒരു സ്പേസ് ഉണ്ട്, ഇനിയും സ്പേസ് ഉണ്ട്, ഇനിയും മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. ഈ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പണ്ട് എന്നോട് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട് വണ്ടർല ആക്കിയ ഒരു കഥയുണ്ട്. അതെങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത് ആ പേര്? അല്ല, അത് ഈ പറഞ്ഞാൽ വി-ഗാർഡിൽ നിന്നാണല്ലോ വീഗാലാൻഡിൻ്റെ ഒരു പേര് വന്നത്. അത് കേരളത്തുകാർക്ക് വളരെ ഇഷ്ടമായിരുന്നു ആ പേര്. അപ്പോൾ ബാംഗ്ലൂർ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വേറെ പേരിലായിക്കളയാം. എന്താ അങ്ങനെ തോന്നിയാന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പോൾ അന്ന് ഒരു കോമ്പറ്റീഷനൊക്കെ വെച്ചു അത് നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ. അപ്പോഴേക്കും 10,000 മീതെ സ്റ്റാഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല പേര് സജസ്റ്റ് ചെയ്തവർക്ക് സമ്മാനം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അധികം പേരും വണ്ടർലാൻഡ് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവർക്കൊക്കെ സമ്മാനം കൊടുത്തു. ഏറ്റവും കൂടുതൽ ആ പേര് വണ്ടർലാൻഡ് എന്നായിരുന്നു പ്രപ്പോസ് ചെയ്തത്. പക്ഷെ എനിക്കറിയാം വണ്ടർലാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു
വേറെ ഏതെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ഞാനതിനെ വെട്ടിച്ചുരുക്കി ഞാൻ ആ പേരിനെ ഒന്ന് വണ്ടർലാന്നാക്കി, ഒന്ന് ഭംഗിയാക്കി, ഷേപ്പാക്കി, ഒന്ന് ട്രിം ചെയ്തു. ഈ വണ്ടർല എവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു പേരിലേക്ക് ഞാൻ എപ്പോഴും പറയും, അതായത് പേര് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡിക്ഷണറിയിൽ ഇല്ലാത്ത പേരായിരിക്കണം. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ആ പഴയ ആൾ നമ്മൾ കേസുമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പേരിടുമ്പോൾ വളരെ നിർണായകമായിരിക്കണം, അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. തീർച്ചയായിട്ടും പേര് നമുക്ക് ഫാക്ടറി വേണമെങ്കിൽ മാറ്റി സ്ഥാപിക്കാം, പേര് മാറ്റാൻ പറ്റില്ല. റീബ്രാൻഡിങ് ഒരു ചിലവേറിയ പ്രക്രിയ. അത് വളരെ ചിലവേറിയ പ്രക്രിയ. ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഷീലാൻഡി വന്നപ്പോൾ ഷീലാൻഡി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഷീലാൻഡി ഒരു ബിസിനസ് തുടങ്ങുന്നതും ആ സമയത്ത് ഒരു ഓഫീസ് സ്പേസ് കൊടുക്കുന്നതും അതിന് കൃത്യമായി 30-ാം തീയതി ആയപ്പോൾ റെൻറ്റ് ചോദിച്ചു, പൈസ തന്നു, അതിന് പലിശ മേടിച്ചു. ആദ്യ കാലഘട്ടത്തിൽ നിനക്കിത് വേണമെന്ന് ചോദിച്ചു. എല്ലാ ഫാമിലിയുടെ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരു ഗ്രഹനാഥനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം, മക്കളെയൊക്കെ പഠിപ്പിക്കണം, അച്ചടക്കം പഠിപ്പിക്കണം, ഭാര്യ അതൊരു പോളിസിയായിട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണോ അതോ? അത് പോളിസിയായിട്ട് വെച്ചിട്ട് ചെയ്യണതല്ല, പക്ഷെ അത് ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെയാണെന്നേ. ഞാനിങ്ങനെയാണ് നമ്മൾ പണ്ട് നാട്ടിലൊക്കെ കാരണവന്മാർ പറയും, ആറ്റിൽ കളയാണെങ്കിലും അളന്നേ കളയാവാന്ന് പറയും. ഒന്നുമല്ല, എല്ലാത്തിനും ഒരു കണക്കും കൃത്യവും വേണം. അതായത് ഓക്കെ, സ്പേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് റെൻ്റ് ഇരിക്കട്ടെ, ഒന്നില്ലെങ്കിലും കണക്കിൽ വരണം. അതേമാതിരി പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കണക്കിൽ വരണം. അതിന് അത് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ പലിശ കൊടുക്കണ്ടേ. ആ രീതി ഇപ്പോഴും പിന്തുടരും എല്ലാത്തിലും. അത് എല്ലായിടത്തും പിന്തുടരും. ആ ഒരു തത്വം അങ്ങനെ തന്നെ. അതെ, അതിനകത്തൊരു മടിയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ചിന്തിക്കാറ്, സാറിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ പറയും ഭയങ്കര ശാന്തശീലനായ വ്യക്തിയാണ്, ഭയങ്കര ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരാളായിട്ടാണ് പൊതുവെ ഞങ്ങളൊക്കെ കണക്കാക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നോ പറയുക, ചില കാര്യങ്ങളോട് നോ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ലല്ലോ മൂപ്പരൊന്ന് ഡീൽ ചെയ്യുന്നത്, ഇത് റിജിഡാണല്ലോ എന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ ധാർമ്മിക മൂല്യമുണ്ട് അല്ലെങ്കിൽ സിമ്പിളാണ് എന്ന് പറയുന്നത് കച്ചവടത്തിലൊരു ബാധ്യതയാണോ ഗുണമാണോ? അല്ല, ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല, ഞാനങ്ങനെ എന്താ പറയുക, എൻ്റേതായ ഒരു ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് മാത്രം. ഞാനെല്ലാം തികഞ്ഞ ആളെന്നൊന്നും പറയാൻ പറ്റില്ല. അതേമാതിരി ഇപ്പോൾ വേണ്ടടുത്ത് പിടിമുറുക്കേണ്ടടുത്ത് ഞാൻ പിടിമുറുക്കിയിരിക്കും. അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതായത് എനിക്ക് ന്യായമാണെന്ന് തോന്നിയത് ഞാൻ ചെയ്തിരിക്കും. അതിൽ പ്രത്യേകിച്ച് വിട്ടുവീഴ്ച ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. നമ്മളിങ്ങോട്ട് നോക്കുമ്പോഴേ ശരിക്കും ബ്രാൻഡിങ്ങിൽ, പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വരുമ്പോൾ സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ വീഗാർഡായിരുന്നു ബ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വരുമ്പോൾ സാറും ഓട്ടോമാറ്റിക്കലി ബ്രാൻഡിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അന്ന് അറിഞ്ഞോ അറിയാതെ ഒരു പേഴ്സണൽ ബ്രാൻഡ് കൂടി ആവുകയാണ്. അപ്പോൾ ശരിക്കും ബ്രാൻഡിൻ്റെ പേരാണോ മുന്നിൽ വരേണ്ടത്, ബ്രാൻഡ് ഓണറുടെ പേരാണോ മുന്നിൽ വരേണ്ടത്, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണോ ചെയ്യേണ്ടത്? ബ്രാൻഡ് ഓണറുടെ പേര് മുന്നിൽ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ പേര് മുന്നിലേക്ക് വരുത്താനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല അതിന്. അങ്ങനെ ചിലവാക്കുന്നവരുണ്ട്. എനിവേ, ഇപ്പോൾ ഞാൻ പറയും ബ്രാൻഡാണ് മുന്നിലേക്ക് വരേണ്ടത്. പിന്നെ ആ ബ്രാൻഡ് ആര് തുടങ്ങിയെന്ന് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഓർഡർ മുന്നിലേക്ക് വന്നോളും. ഞങ്ങളെപ്പോഴും ചിന്തിക്കാറുണ്ട്, സാറിൻ്റെ കാലഘട്ടത്തിൽ അത്ര നാഷണൽ ലെവൽ കോമ്പറ്റീഷനേ ഉള്ളൂ. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കാനുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. നമ്മൾ സമ്പൂർണ്ണമായിട്ടും ഒരു 0-ൽ നിന്ന് തുടങ്ങുകയാണ്. അന്നത്തെ പോലെ വീഗാർഡ് പോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഒരു പോരാളിയായിട്ട് മുന്നോട്ട് വന്നത് ഇതുപോലെ 1000 കോടി 2000 കോടി 3000 കോടിയൊക്കെ സമാഹരിക്കാനുള്ള സാഹചര്യം ഇന്നുണ്ടോ? അത് അന്നായതുകൊണ്ട് പറ്റിയതല്ലേ? അല്ല, അതായത് അവസരങ്ങൾ എന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറയും, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൂടുതലുണ്ട്, പുതിയ ആശയങ്ങൾ. ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ അന്നത്തെ പ്രൊഫസർമാർ എന്നെ പഠിപ്പിച്ചിരുന്നത് ഇലക്ട്രോണിക്സിൽ, അതായത് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ അന്ന് ട്രാൻസിസ്റ്റർ റേഡിയോ വരെയാണ് ഏറ്റവും ഒരു ഉയർന്ന സാധനം ഉണ്ടായിരുന്നത് ഇലക്ട്രോണിക്സിൽ.
പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിലവർ പറയും, പ്രൊഫസർമാർ പറയും ഇങ്ങനെ പുതിയ ടെക്നോളജി വരുന്നുണ്ട്, ഡിജിറ്റൽ ടെക്നോളജി, അത് അവർക്കും അറിയില്ല. എനിവേ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, ഞാൻ ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ISROയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഒരെണ്ണം. അപ്പോൾ അത് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സുഹൃത്തിന് മണിയടിച്ച് അയാളുടെ ഒരു ഫ്രണ്ട് ISROയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അയാളെ കണ്ട് ഇതൊന്ന് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് ISROയുടെ ഉള്ളിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ നിറയെ വലിയ വലിയ ഗോദ്രേജ് അലമാരമാതിരിയുള്ള വലിയ വലിയ അലമാരകൾ പോലെയാണ് അതിൻ്റെ സ്റ്റോറേജ് സിസ്റ്റം അന്നിരുന്നിരുന്നത്. അത് വലിയൊരു റൂം എയർ കണ്ടീഷൻ ചെയ്ത് അതിൽ. അപ്പോൾ അന്ന് പിന്നീട് പറയണ കേട്ടു അതിൻ്റെ ആകെ കൂടിയുള്ള കപ്പാസിറ്റി ഇന്നത്തെ ഒരു ഫോണിൻ്റെ GB പോലും ഇല്ലായിരുന്നു എന്ന്. കാലഘട്ടം മാറിയപ്പോൾ അവസരം കൂടി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടിയില്ല. കാരണം ഇപ്പോൾ ഞാനൊരു V-Guard ഉണ്ടാക്കാൻ നോക്കിയാൽ എനിക്ക് ചുറ്റും ആയിരക്കണക്കിന് കമ്പനിയുണ്ട്. ഇപ്പോൾ പണ്ട് 1-2 പേരോട് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാൻ കുറേ ആൾക്കാർ വരുമ്പോൾ പ്രശ്നം കൂടുമല്ലേ ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഇന്ന് പണ്ടത്തെ ഇന്ത്യയാണോ ഇന്നത്തെ ഇന്ത്യ? അതായത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യ വളരെ പുറകിലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഗ്ലോബലി നമ്മൾ ഇത്രയോ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് വന്നു. നമ്മുടെ കൺസംഷൻ ലെവൽ എത്രയോ കൂടി. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന 3-4 രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയില്ലേ? ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ ഇന്ത്യയിലത്തെ കൺസംഷൻ എത്രയാണ്? പല മൾട്ടിനാഷണൽസും കണ്ണുവയ്ക്കുന്നത് ഇന്ത്യയെയാണ്. അപ്പോൾ പിന്നെ നമ്മളിതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ സാധ്യതയുണ്ട്. ആ പല മൾട്ടിനാഷണൽസും കണ്ണുവയ്ക്കുന്നത് ഇന്ത്യയിൽ ഒരു പ്രധാന സ്ഥലം കേരളമാണ്. കാരണം കേരളം ഇങ്ങനെ കിടക്കുകയല്ലേ, അതായത് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ ഒറ്റ സ്ട്രെച്ചിലാണ്. അപ്പോൾ ചില പ്രോഡക്റ്റിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് പറയാറുണ്ട് ഇവിടെ വന്നാൽ നല്ല സൗകര്യമാണ്. കാരണം മറ്റതങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിൽ ഒരു സിറ്റി പോയാൽ അടുത്ത സിറ്റിയിലേക്ക് വീണ്ടും ഫ്ലൈറ്റിൽ പോകണം. ഇത് മുട്ടി കിടക്കുകയല്ലേ. ഇന്നായിരുന്നെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നു അന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു, ഇന്നായിരുന്നെങ്കിൽ അപ്പോൾ ഏത് സംരംഭത്തിലായിരിക്കും? ഇന്ന് എന്ത് ചെയ്യും? എന്തായാലും ഇപ്പോൾ നമുക്ക് സ്റ്റെബിലൈസർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ വേറെ എന്ത് സംരംഭം തുടങ്ങുമായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇനിയും ഇപ്പോൾ ഭണ്ഡാരോ ചോദിച്ച മാതിരി അല്ല പറഞ്ഞ പോലെ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ സാറേ എല്ലാം കണ്ടുപിടിച്ചു, എഡിസൺ അത് കണ്ടുപിടിച്ചു, മറ്റാൾ ഇത് കണ്ടുപിടിച്ചു, അങ്ങനെ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതപ്പോൾ പ്രശ്നം എന്ന് അതെ ഞാൻ സ്കൂളിലൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി ഇത്രയും പറഞ്ഞത്രേ. പക്ഷേ ഇനിയും എത്ര കണ്ടുപിടിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രയോ സാധ്യതകളുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെല്ലാം സാധ്യതകളാണുള്ളത് ധാരാളമുണ്ട്. അതിലേതെങ്കിലും ഒന്നിലേക്ക് ഇറങ്ങുമെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിറങ്ങട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ സംരംഭങ്ങളും ചെയ്ത് വിജയിച്ച വ്യക്തി എന്നാണ് പൊതുവെ സാറിനെ കുറിച്ച് പുറത്ത് കേൾക്കുന്നത്. പക്ഷേ എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ട് 2-3 സംരംഭങ്ങളിലൊക്കെ, ഒരു സംരംഭത്തിൽ തോറ്റുപോയ കഥ. ഒന്നല്ല രണ്ടല്ല, പലതും ഫെയിലിയർ ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളുടെ സഹതാപം ഇല്ല, സഹതാപത്തിനല്ല, ഒന്ന് അറിയാനായിട്ടാ. ഇഷ്ടം പോലെ. ആദ്യം തോക്കുന്ന ഏത് സംരംഭം? ഏറ്റവും V-Guard തുടങ്ങി നല്ല നിലയിൽ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ പമ്പ് തുടങ്ങി. അപ്പോൾ അത് നല്ല നിലയിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇലക്ട്രോണിക് ക്ലോക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അത് നല്ല നിലയിൽ പോയി ആദ്യമൊക്കെ. പിന്നീട് ഈ ഫോണൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ക്ലോക്കിൻ്റെ പ്രസക്തി ഇല്ലാണ്ടായി, നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീടുകളിൽ പണ്ട് ഓരോ റൂമിലും ഓരോ ക്ലോക്ക് ഉണ്ടായിരുന്നു. പണ്ട് കല്യാണങ്ങൾക്കും ഒക്കെ സമ്മാനം കൊടുത്തിരുന്നത് ഒരൈറ്റം ക്ലോക്കായിരുന്നു. ഇപ്പം നമ്മളും ക്ലോക്ക് ഉണ്ടാക്കിയിരുന്നു. ഒരു കാലഘട്ടത്തിൽ അതിന് വേണ്ടിയിട്ട് TV പരസ്യമൊക്കെ എടുത്തിരുന്നു. പക്ഷേ പിന്നെ അതിൻ്റെ സെയിൽ കുറഞ്ഞു വന്നു. പിന്നെ കോമ്പറ്റീഷൻ കൂടി. അത് ലാഭകരമല്ലാന്ന് വന്നപ്പോൾ നിർത്തിക്കളഞ്ഞു. നഷ്ടം വന്നിട്ടൊക്കെ ഉണ്ടാവാം അതിൽ. അതുപോലെ പല പ്രോഡക്റ്റും. ഒരു പൈപ്പ് കച്ചവടം തുടങ്ങിയിട്ടുണ്ടോ? പൈപ്പ്, അത് ഈ പമ്പ് മാനുഫാക്ചറിങ് തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു പൈപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഈസി ആയിട്ട് പോകണമായിട്ടല്ലേ. അത് തുടങ്ങിയപ്പോഴാണ് അത്ര അധികം മുന്നൊരുക്കമൊന്നും ഇല്ലാതെ ചെയ്തതായിരിക്കാം എൻ്റെ കുറ്റം.
അതിനകത്ത് അത്ര വലിയ ലാഭമില്ല, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പറ്റിയല്ല എന്ന് തോന്നി. അത് എന്ന് തോന്നിയോ അന്ന് അതിനെ കില്ല് ചെയ്തു. അപ്പോൾ മാനസികമായിട്ടൊരു വിഷമം വരില്ല നമ്മൾ തുടങ്ങിയൊരു സാധനം നടത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് നഷ്ടമാണെന്നൊന്ന് കൊണ്ടുപോയി നോക്കാം, അങ്ങനെ ഒരു തോന്നല? അത് എനിക്ക് അങ്ങനത്തെ ഒരു ഒന്നും സെൻറ്റിമെൻറ്റ്സ് ഇല്ല. അതായത് നഷ്ടം അധികം നാൾ സഹിക്കാൻ പറ്റില്ല. പിന്നെ വേറെയും ചില ഐറ്റംസൊക്കെ നിർത്തിയിട്ടുണ്ട്. അതാ പറഞ്ഞാൽ ഇനി അത് പറയണമെങ്കിൽ വേറെ എപ്പിസോഡ് വേണ്ടി വരും, പുതിയൊരു എപ്പിസോഡോട് വേണ്ടി വരും. അതുപോലെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ സംരംഭകരെ പരിശീലിപ്പിക്കാൻ വേണ്ടി വിജയ് ഭവ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു പേര് വരുന്നത്, അതെങ്ങനെയാണ് തുടങ്ങുകയും ചെയ്യുന്നത്? അത് അപ്പോഴേക്കും എനിക്ക് 60 വയസ്സൊക്കെ ആയി, മക്കളൊക്കെ ബിസിനസ്സിൽ ആക്റ്റീവായി, വി ഗാർഡിലും വണ്ടർലയിലും ഞാൻ തീരെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാണ്ടായി തുടങ്ങി. പേരിന് അവിടുത്തെ എൻ്റെ ബോർഡിനകത്തൊക്കെ ഉള്ളൂ, പേരിന് ഇടയ്ക്ക് പോയാൽ മതി എന്നുള്ള സ്റ്റേജായി. ആ ഒരു സമയത്താണ് ഈ വിജയ് ഭവ എന്നുള്ളൊരാശയം. ഒന്നുമില്ല, ചെറുപ്പക്കാർക്ക് നമ്മൾ കടന്നു വന്ന വഴികൾ, ഞാൻ മാത്രമല്ല എന്നെപ്പോലെ പല ബിസിനസ്സുകാരും കടന്നു വന്ന വഴികൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്നായിരുന്നു. ഞാൻ മാത്രമല്ല ബാക്കി പലരും. അപ്പോൾ അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വർമ്മയുടെ സത്യനാരായണനായിരുന്നു. പുള്ളിയാണ് ഇപ്പോൾ അവരുടെ ചെയർമാൻ. അപ്പോൾ പുള്ളിയാണ് എന്നെ നിർബന്ധിച്ചതും അത് തുടങ്ങാൻ വേണ്ടിയിട്ട്. എനിവേ, അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ എന്താ പറയുക, ആ ഒരു ബിസിനസ് കൾച്ചർ വളർന്നെന്ന് എന്നല്ല ഞാൻ പറയുന്നത്. 500-600 പേർക്ക് ഞങ്ങളുടെയൊക്കെ ഒരു ആശയങ്ങൾ കുറേ പേർക്ക് പകർന്നു കൊടുക്കാൻ പറ്റി. അതിൽ നേരെയായിട്ടുള്ളവരുണ്ട്, അടച്ചുപൂട്ടി പോയവരുണ്ട്. അത് നേരെയായിട്ടുള്ളവർ ഇത് കേട്ടിട്ടൊന്നല്ല, അവരല്ലെങ്കിൽ നേരെയായനെ, അല്ലെങ്കിൽ നേരെ ആകേണ്ടവരായിരുന്നു. നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇപ്പം നിൽക്കുന്നത് വീഗാലാൻഡ് ഡെവലപ്പേഴ്സിലാണ്. എന്താ അതിൻ്റെ ഒരു ഫ്യൂച്ചർ കാണുന്നത്? അതും എന്തുകൊണ്ട് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് തുടങ്ങിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കൺസ്ട്രക്ഷനോടുള്ള താല്പര്യം, റിലയബിൾ, അങ്ങനെ അപ്പോൾ ആദ്യം ഒരു പ്രോജക്റ്റ് തുടങ്ങി നോക്കി, അത് വിജയകരമായി. അത് അത്ര സ്പീഡിൽ വിജയകരമായില്ല, ഇനി സമയമെടുത്തു. രണ്ടാമത്തത് തുടങ്ങി, അത് പെട്ടെന്ന് വിജയകരമായി. പിന്നെ 2 പ്രോജക്റ്റ് ഒരുമിച്ച് തുടങ്ങി, നന്നായിട്ട് പോയി. പിന്നെ 4 പ്രോജക്റ്റ് ഒരുമിച്ച് തുടങ്ങി, അത് നന്നായിട്ട് പോയി. അപ്പോൾ അതിനകത്തൊരു ഫ്യൂച്ചറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ എന്ത് AI ഒക്കെ ഉണ്ടെങ്കിലും, എത്ര ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT ഒക്കെ ഉണ്ടെങ്കിലും കിടന്നുറങ്ങാനൊരു സ്ഥലം വേണമല്ലോ. അത് AI-യുടെ പുറത്ത് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ ഒരു ഷെൽട്ടർ വേണം, അത് മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡാണ്. ടോയ്ലറ്റ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ഒരു ഫീൽഡാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനകത്തൊരു ക്വാളിറ്റിയുടെ പ്രശ്നം അല്ലെങ്കിൽ റിലയബിലിറ്റിയുടെ പ്രശ്നം, അതൊക്കെ കാരണം കൊണ്ട് പല കസ്റ്റമേഴ്സും കബളിപ്പിക്കപ്പെടുന്നു, അങ്ങനത്തെ ചരിത്രങ്ങളുണ്ടായി. അങ്ങനെയാണ് അതിനകത്തൊരു സ്പേസ് ഉണ്ട്, നമുക്കും ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായത്. ഇപ്പോൾ കേരളത്തിൽ ഒരു ലീഡിങ് ഒരു 3 പേരെടുത്ത് ഞങ്ങൾ അതിനകത്തുണ്ട്. IPO-ലേക്ക് പോവുകയാണോ വീഗാലാൻഡ്? അതിനുള്ള ശ്രമങ്ങളിലാണ്. അത് ഏറെക്കുറെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. IPO-യിൽ പോകാനുള്ള ശ്രമമുണ്ട്. അധികം വൈകാതെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഉണ്ടാകും. എന്നോട് പണ്ട് സാറൊരു ഇൻ്റർവ്യൂവിലല്ല നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരിക്കൽ സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ സംരംഭകത്വം എന്ന് പറയുന്ന ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ സാർ ഈ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങിയിട്ട് സൗഹൃദങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും പലയിടത്തും എത്താൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ബിസിനസ്, സെക്കൻഡ് പ്രയോറിറ്റി ബിസിനസ്സാണ്. അപ്പോൾ പല പ്രയോറിറ്റികളും ആ കാലത്ത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? അല്ല, അത് നമുക്ക് ഏറ്റവും പാഷനേറ്റായിട്ടുള്ള കാര്യത്തിനോടാണല്ലോ നമുക്ക് നമ്മൾ സമയം കണ്ടെത്തും. ഇപ്പോൾ എനിക്ക് ബിസിനസ്സിനോട് പാഷനുള്ള കാരണം കൊണ്ട് നമ്മൾ അതിനും സമയം കണ്ടെത്തും, അതേസമയം ബാക്കി കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ വേറെ അതൊരു സോഷ്യൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യാതെയാണ് കൊണ്ടുപോയിട്ട്? അത് തീർച്ചയായിട്ടും ഞാൻ സോഷ്യൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യാണ്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ പണം ഒരുപാട് വന്നു കഴിയുമ്പോൾ നമുക്ക് ലക്ഷറി ലൈഫ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരും. സാറിനെ സംബന്ധിച്ച് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പലതും മേടിച്ചിട്ടുണ്ടാകാം. ഇത് ഒരുപാട് സാധനം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ മാർക്കറ്റ് എല്ലാവരിലും തരുന്നത് പോലെ പണമുള്ളവരിലും പണമില്ലാത്തവരിലും കൊടുക്കാറുണ്ട്. മേടിച്ചിട്ട് ഇതൊന്നും മേടിക്കേണ്ടായിരുന്നു, ഇതൊരു ആവശ്യമില്ലാത്ത വസ്തുവായി പോയെന്നൊക്കെ പലപ്പോഴും പലതിനെക്കുറിച്ചും തോന്നിയിട്ടുണ്ടോ?
ഞാൻ ഒരു സാധനം മേടിക്കണമെങ്കിൽ 2 വട്ടം ആലോചിക്കും. ഇപ്പോഴും ഇപ്പോഴും അതെ. എനിക്ക് ആവശ്യമുണ്ടെങ്കിലാണ് ഞാനൊരു ഇത് വാങ്ങിക്കുകയുള്ളൂ. അതുമാതിരി ഞാൻ 2 ഷർട്ട് മേടിച്ചാൽ ഞാൻ പഴയത് 2 ആർക്കെങ്കിലും എടുത്ത് കൊടുത്തിരിക്കും. കാരണം വാർഡ്രോബിൽ ടോട്ടൽ നമ്പർ സെയിം ആവണം, അല്ലെങ്കിൽ പിന്നെ അവിടെ വേറെ വാർഡ്രോബ് പണിയേണ്ടി വരും. അപ്പോൾ ഷൂസിൻ്റെ കാര്യമായാലും ശരി, നമുക്ക് ആവശ്യത്തിന് പോരെ. അതുപോലെ ഇപ്പോൾ ഞാൻ ഇപ്പം മിനിമലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തർക്കിക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മളെ ജനം വിലയിരുത്തുന്നത് നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ടാണോ? അല്ല, നമ്മുടെ വാച്ച് കണ്ടിട്ടാണോ? ഷൂസ് കണ്ടിട്ടാണോ? ഉപയോഗിക്കുന്ന കാറ് കണ്ടിട്ടാണോ? അല്ല. അതിയായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പുച്ഛാതെ തോന്നുന്നുള്ളൂ. അത് നമ്മുടെ പണക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന സങ്കടമുണ്ട് എനിക്ക്. നമ്മൾ നോക്കുമ്പോഴേ ഈ കൊച്ചോസേപ്പ് എന്ന് പറയുന്ന വ്യക്തി, ഞങ്ങൾ ഒരു കാലഘട്ടം വരെ കച്ചവടക്കാരനാണെന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ടി വിയിലൊക്കെ പോയിട്ട് മിമിക്രി കാണിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു കായികം എന്ന് പറയുന്നില്ല, കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് കാലഘട്ടം തൊട്ട് കൂടിയതാണത്? അല്ല, ഞാൻ ഈവനിങ് ടൈമിൽ കോമഡി ഷോ ഒക്കെ കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. എൻ്റെ ഒരു വിനോദം. ഞാൻ സിനിമയ്ക്ക് അധികം പോകാറില്ല, കാരണം അതൊരു ഫിക്ഷനാണല്ലോ. അതേസമയം റിയാലിറ്റി ഷോസ് പിന്നെ കാണാൻ താല്പര്യമാണ്. പ്രത്യേകിച്ച് ഈ മിമിക്രി പോലെയുള്ള, അല്ലെങ്കിൽ കോമഡി ഉത്സവം, അല്ലെങ്കിൽ അതുപോലെ അത്തരത്തിലുള്ള അത് സ്റ്റേജിൽ പെർഫോം ചെയ്യല്ലേ, തെറ്റുകൂടാതെ. അത് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. ഒരു ഫിലിമിൽ ഒരെണ്ണത്തൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊക്കെയല്ലേ, നമുക്കറിയാമല്ലോ. എനിവേ, അതിനേക്കാളും അപ്പോൾ എനിക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പരീക്ഷണമായിരുന്നു ഈ മിമിക്രിയൊക്കെ ചെയ്യുക എന്നുള്ളത്. മുമ്പ് എവിടെയെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഈ ക്ലോസ് സർക്കിളിലൊക്കെ ചില അനുകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് മാത്രം. നടത്തിയിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ടാണ് അവിടെ ചെയ്യുന്നത്, ഒരു പൊതുവായ വേദിയിൽ അന്ന് ആദ്യമായിട്ടാണ്. അതെ. ഓക്കെ. അതുപോലെ തന്നെ പുസ്തക എഴുത്തിലേക്കൊക്കെ തിരിയാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എഴുത്തിലേക്കൊക്കെ ഇതെല്ലാം അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതായത് ഇപ്പോൾ ഈ ഗാർഡനൊരു ഇൻഹൗസ് മാഗസിൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ചെയർമാൻസ് കോളം എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസവും അതിൽ ഒരു കോളം എഴുതി കൊടുക്കണം. അപ്പോൾ എനിക്ക് ആ മാസം തോന്നിയത് ഒരെണ്ണം എഴുതി കൊടുക്കും. എന്നിട്ട് ഞാൻ നമ്മുടെ ഒരു ലാംഗ്വേജ് ബെറ്റർ ആയിട്ടുള്ള ഒരാളോട് അതൊന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പറയും. കാരണം നന്നാവട്ടെ, കാരണം എൻ്റെ ഗ്രാമറും ലാംഗ്വേജൊക്കെ മോശമാണ്. എനിവേ, അപ്പോൾ അങ്ങനെ എഴുതി കുറേ നാൾ കഴിഞ്ഞ്, 1 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലമായപ്പോൾ അപ്പോൾ ആ മാനേജർ പറഞ്ഞു, അയ്യോ സാറേ, ഇതിപ്പോൾ 5-6 കൊല്ലമായില്ലേ, അപ്പോൾ 10, 60, 70 ആർട്ടിക്കിളുണ്ട്, ഇതെല്ലാം കൂടി കമ്പയർ ചെയ്താലൊരു ബുക്കാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരു ബുക്ക് ഇറക്കി, പ്രാക്ടിക്കൽ വിസ്ഡം 1. പിന്നെയും 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എഗെയിൻ വീണ്ടും ഒരു ബുക്കിനുള്ള മെറ്റീരിയലായി. അപ്പോൾ അങ്ങനെ ആ ബുക്ക് ഇറക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർമ്മക്കിളിവാതിൽ എന്ന് പറഞ്ഞൊരെണ്ണം എഴുതിയിട്ടുണ്ട്, ചെറുപ്പത്തെക്കുറിച്ച്. അതെ, ഓർമ്മകളിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പലരുടെ ഹെൽപ്പ് എടുത്തിട്ടാണ്. എനിക്ക് കുത്തിയിരുന്ന് എഴുതാൻ മടിയാണ്. കാരണം എനിക്ക് ചെറിയൊരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളായിരുന്നു. എന്തായിരുന്നു? എനിക്ക് എഴുതുമ്പോൾ ധാരാളം തെറ്റ് വരുത്തും. തെറ്റുകൾ, അതായത് ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഞാൻ 7ൽ പഠിക്കുമ്പോൾ ഒരു സാറ് എന്നെ കളിയാക്കിയത് എനിക്ക് മനസ്സിലായില്ല. ആൾ ഇതൊക്കെ വായിച്ച് കണ്ടിട്ട്, നീ ഭാവിയിലൊരു ഡോക്ടറാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചു. ആൾ കളിയാക്കിയതാണ്. കാരണം അത് ഈ സാറിന് തന്നെ വായിക്കാൻ പറ്റുന്നില്ല എൻ്റെ എഴുത്ത്. ഡോക്ടർമാരെങ്ങനെയാണല്ലോ, സഹായം കൊടുത്തിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ ഒരു ജേർണലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. പുള്ളിക്ക് ഞാൻ ഇതേമാതിരി പറഞ്ഞു കൊടുക്കും. പുള്ളി അത് എഴുതി കൊണ്ടുവരും. ഞാൻ വീണ്ടും വെട്ടിത്തിരുത്താനൊക്കെ ഞാൻ മിടുക്കനാണ്. ഈ ജീവകാരുണ്യ രംഗത്ത് താങ്കളുടെ ഇടപെടലുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാറുണ്ട്. പലപ്പോഴും പണപരമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാറുണ്ട്. ഈ പണത്തിനപ്പുറത്തേക്ക് ഇത് പണം കൊടുത്തിട്ടും ഇത് ശരിയാകില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ ചെയ്തിട്ട് ശരിയാകാതെ പോയ, അല്ലെങ്കിൽ നമ്മളെ ഒരു വിങ്ങലായിട്ട് തോന്നുന്ന എന്തെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
അല്ല ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി ആക്ടിവിറ്റീസ് അത് നമുക്ക് ഓരോരുത്തർക്ക് ഒരു പാഷനാണെന്ന് മാത്രം. ഞാനത് നിങ്ങൾ തന്നെ അറിയണേക്കാളും മുമ്പും ഞാനത് ചെയ്തിരുന്നു കുറേശ്ശെയൊക്കെ എൻ്റെ കഴിവിൻ്റെ പരിധിയുടെ ലിമിറ്റിൽ വെച്ചുകൊണ്ട്. പക്ഷേ പിന്നീട് അതിനുള്ള സൗകര്യം കൂടി, കാരണം സാമ്പത്തികം ബെറ്ററായപ്പോൾ കുറേ കൂടി സൗകര്യം കൂടി. അപ്പോൾ അതിലേക്ക് കൂടുതൽ പണം ചിലവഴിക്കുന്നു. കാരണം ഞാൻ ആകെക്കൂടി പറയാറുള്ളത്, ആകെക്കൂടി നാട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് 1,00,000 രൂപ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നാട്ടുകാരുടെ നിന്ന് മേടിച്ചാണ്, സന്തോഷത്തോടെ വാങ്ങിച്ചതാണ്, കാശ് പിടിച്ച് വാങ്ങിച്ചതല്ല, സന്തോഷം. അപ്പോൾ എൻ്റെ ഒരു വിഹിതം നാട്ടുകാർക്ക് അർഹരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഈ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുണ്ട്, സങ്കടത്തിൻ്റെ ഉണ്ട്. കൊച്ചോസേപ്പ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് കരയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ജീവിതത്തിലേക്ക് ഭയങ്കര വിഷമം വന്ന ഘട്ടം എന്ന് പറയാവുന്ന എന്താണ്? എനിക്കങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങൾ അയ്യോ ഒരു ഭീകരമായിട്ടുള്ള പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ അത് എനിക്കിങ്ങനെ വന്നില്ലേ, അത്തരത്തിലുള്ള ചിന്ത എനിക്ക് വരാറില്ല കേട്ടോ. ഞാൻ വിചാരിക്കാറുള്ളത് ഏത് സംഭവങ്ങളും ഏത് പ്രശ്നങ്ങളും ലോകത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ ആർക്കെങ്കിലൊക്കെ. അതുകൊണ്ട് എനിക്ക് മാത്രം പുതിയതായിട്ടൊരു പ്രശ്നം വന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അത് മറികടക്കുക എന്നിട്ട് അത് കാരണം കൊണ്ട് അത് മറികടക്കാൻ എളുപ്പമാണ്. കാരണം അല്ലെങ്കിൽ അയ്യോ എനിക്കിങ്ങനെ വന്നില്ലേ, എനിക്കിങ്ങനെ ഭാഗ്യക്കേടുണ്ടായില്ലേ. ഞാൻ ഭാഗ്യത്തിലും വിശ്വസിക്കുന്നില്ല, ഭാഗ്യക്കേടിലും വിശ്വസിക്കുന്നില്ല. ഈ ചെറുപ്പത്തിലെ കാര്യത്തിലേക്ക് ഒന്നുകൂടെ പോവാണ്. ഫാദറും മദറും ഒക്കെ വരുന്നുണ്ട്. അവരുടെ ഭയങ്കര ഇഷ്ടപുത്രനായിരുന്നോ താങ്കൾ ചെറുപ്പം? അല്ലല്ല, അവർക്കൊരു തലവേദനയായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ചെക്കനെ ഈ ഡിസ്ലെക്സിയ അന്ന് ആ വാക്ക് കേട്ടിട്ടില്ല. എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. അവന് എഴുതുന്നത് തെറ്റണു, സ്പെല്ലിങ് മിസ്റ്റേക്ക്, അവന് വായിക്കുമ്പോൾ സ്പീഡിൽ വായിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു തലവേദനയായിരുന്നു. എനിവേ സാറുമാർക്കും തലവേദനയായിരുന്നു. എന്നിട്ട് ഇവിടെ വരെ എത്തി. ഒരു പിന്നീട് ആലോചിക്കുമ്പോൾ ആ ഒരു ആത്മബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? അച്ഛൻ തന്നേക്കുന്ന ഉപദേശങ്ങളെല്ലാം അമ്മ തന്നേക്കുന്ന ഞാനും പറയും എൻ്റെ ഹീറോസ് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഫാദറും മദറാണ്. പിന്നെ സ്കൂളിലെ ചില സാറുമാരൊക്കെയാണ്. കാരണം ഒരാളുടെ ക്യാരക്ടർ മോൾഡിങ് ഒരു 16 വയസ്സ് 18 വയസ്സ് മാക്സിമം 20 വയസ്സ് കഴിഞ്ഞാൽ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോൾഡിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ആ സമയത്ത് എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ശീലങ്ങൾ ഞാനും ധാരാളം ഫോളോ ചെയ്യുന്നുണ്ട്. അതൊന്നും മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതെ അതെ. ഏത് പരസ്യം വന്നാലും നമ്മൾ നോക്കിയപ്പോൾ ഞാൻ വൈറ്റിലെ പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും വീഗാർഡിനെ കാണുന്ന ഒരാളാണ്. പോകുമ്പോൾ ഒരു പുതിയ പരസ്യം അവിടെ ഉണ്ടാകും. ഫാൻ കാരണം ഒരു ക്രിയേറ്റീവ് അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക എപ്പോഴും വീഗാർഡിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോഴും അത് പിന്തുടരുന്നുണ്ട് നിങ്ങൾ. എന്തുകൊണ്ടാണ് പക്ഷേ ഒരു ഹീറോനെ, ഇപ്പോൾ അച്ഛനാണ് എൻ്റെ ഹീറോ എന്ന് പറയുന്ന പോലെ നാട്ടുകാരൊക്കെ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ബ്രാൻഡ് അംബാസഡറെ വെക്കാൻ കാശിനൊരിക്കലും കുറവില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഒരു ഇന്ത്യൻ മോഡലിനെ വെച്ചിട്ട് ഞങ്ങൾ വലിയൊരു ബ്രാൻഡാണെന്ന് ആൾക്കാരെ അറിയിക്കാത്തതിൻ്റെ കാരണം എന്താ? അതൊക്കെ പൈസ കൊടുക്കണ്ടേ? ആ പണം നമ്മുടെ പോക്കറ്റിലിട്ടൂടെ? നമ്മുടെ പോക്കറ്റ് മീൻസ് കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് കൂട്ടിയല്ലേ നല്ലത്. അല്ലാതെ തന്നെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് പരസ്യത്തിന്, ധാരാളം മാർഗ്ഗങ്ങളുണ്ടല്ലോ. അല്ലാതെ തന്നെ റീച്ച് ആക്കാൻ പറ്റും. അല്ലാതെ തന്നെ റീച്ച് ആക്കാനുള്ള മെത്തേഡുകൾ കണ്ടുപിടിക്കട്ടെ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ വീഗാർഡിൻ്റെയോ വണ്ടർലയുടെയോ ആക്ടിവിറ്റീസിൽ ഞാൻ ഇൻവോൾവ്ഡ് അല്ല കേട്ടോ. തീരെ ഇൻവോൾവ് അല്ല. അതേസമയം വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാം ബ്രാൻഡ് അംബാസഡറായിട്ട് സാറിൻ്റെ പടം തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അത് തുടക്കത്തിൽ നമ്മുടെ മാനേജർമാർ വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇപ്പം അതും മാറ്റി. ഞാൻ അതൊക്കെ അത് മാറ്റിയോ? മാറ്റി അത് കുറേ കൊല്ലമായി മാറ്റിയിട്ട്. അത് കുറേ കൊല്ലമായി. അല്ല, തുടക്കത്തിൽ അവർ പറഞ്ഞ് അത് ഉണ്ടായാൽ നല്ലതാണ്, അന്നാ ഉപയോഗിച്ചോ എന്ന് പറയും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭയങ്കര ധൈര്യത്തോടെ നിന്നിട്ടങ്ങ് പറയുമ്പോൾ ട്രേഡ് യൂണിയൻ ശരിയല്ല, മറ്റേ ആൾ ശരിയല്ല. ഒരു സംരംഭകൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ED കയറുന്നൊന്നും പേടി വന്നാറില്ലേ? ഇപ്പോൾ പൊതുവെ ഒരു ED കയറുമോ അല്ലെങ്കിൽ ഒരു ടാക്സ് റേഡൊക്കെ വരാമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റണേ? അല്ല, അതിന് ആദ്യം നമ്മുടെ ഭാഗം ക്ലിയർ ആവണം. അതായത് നമ്മളുടെ സൈഡിൽ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുക, കൃത്യമായിട്ട് കണക്കുകൾ വയ്ക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ പോവുക. അവർ എത്ര വന്ന് പരിശോധിച്ചാലും ഒന്നും കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്കിത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ.
അതില്ലാത്തവന് ഈ പണിക്ക് പോകരുത്, പോയാൽ ബുദ്ധിമുട്ടാവും. പണി കിട്ടും. വന്നിട്ടുണ്ടോ റൈഡൊക്കെ? ആദ്യകാലത്തൊക്കെ ചെറുതായിട്ട് വന്നിട്ട് അവർക്കൊന്നും കിട്ടിയില്ല, കിട്ടാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലതവണ കിട്ടാണ്ട് പോയപ്പോൾ വരാറില്ല. ഞാൻ ചോദിക്കാറുണ്ട്, ഈ ഞങ്ങൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ബിസിനസ്സുകാരൊക്കെ നേരിടുന്നൊരു പ്രശ്നമാണ് ഒരു ഇലക്ഷൻ വരുമ്പോൾ വലിയൊരു പിരിവ്. ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്ക് MLA അല്ലെങ്കിൽ MP ഒക്കെ വന്ന് ചോദിക്കും. കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി പലരും കൊടുക്കാതിരിക്കും. ഈ എങ്ങനെയാണ് സാറ് ഈ കാശൊക്കെ കൊടുക്കുമായിരുന്നു പണ്ട് കാലത്ത്? ഒരു MLA അല്ലേ എന്നാൽ ഒരു ഇലക്ഷൻ ഫണ്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഇവരൊക്കെ ആയിട്ടൊരു സൗഹൃദം സ്ഥാപിക്കും. അല്ല, സൗഹൃദമുണ്ട്, പക്ഷേ ഒരിക്കലും അവരോടൊരു ഹെൽപ്പ് എടുത്തിട്ടില്ല, ഹെൽപ്പിന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എനിക്ക് അവരോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, അവർക്ക് ചോദിക്കാനൊരു അവകാശമില്ല. നമ്മൾ കൊടുത്തത് സന്തോഷത്തോടെ സ്വീകരിച്ച് പോവും. അത് കാരണം കൊണ്ട് അവർ റിക്വസ്റ്റ് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും, തിരിച്ചൊന്നും പറയാതെ തന്നെയല്ല നമ്മൾ ചെക്കായിട്ടേ കൊടുക്കുകയുള്ളൂ. ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ തന്നെയായിരിക്കും ആയിരിക്കും. ഞാൻ അതുപോലെ ചോദിക്കണമെന്ന് വെച്ചാൽ ടോൾ ട്രീസ് എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് എത്തുന്നത്? കാരണം ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത കാലഘട്ടത്തിൽ തുടങ്ങിയതാണല്ലോ അത്. എനിക്ക് തോന്നുന്നു മൂന്നാറിൽ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള, ഇതിപ്പോൾ വിറ്റു എന്ന് തോന്നുന്നല്ലേ, പൂർണ്ണമായിട്ട് ഒഴിവായി. അതിലേക്ക് എങ്ങനെ എത്തുന്നത്? അല്ല, അതിൽ ഞാനൊരു ഷെയർ ഹോൾഡർ മാത്രമായിരുന്നു. പിന്നെ അത് ഏകദേശം ഒരു 30 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അത് കുറച്ച് ഫ്രണ്ട്സ് കൂടി തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തീരെ ഇനാക്റ്റീവായിരുന്നു. പിന്നെ ചില ഫ്രണ്ട്സൊക്കെ പ്രായമായിട്ടും അല്ലെങ്കിൽ ചിലർക്ക് സാമ്പത്തിക പ്രശ്നമൊക്കെ വന്നിട്ട് അവരുടെയൊക്കെ ഷെയർ ഞാൻ വാങ്ങിക്കേണ്ടി വന്നു. അങ്ങനെ ഞാനൊരു മേജർ ഷെയർ ഹോൾഡറായി മാറേണ്ടി വന്നു. പക്ഷേ അത് എൻ്റെ ഒരു മേഖലയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകണമല്ലോ. അപ്പോൾ അത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയി അത് ഒരു വലിയൊരു ഗ്രൂപ്പിനെ കൈമാറി. അത് അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. കാരണം അതിലെൻ്റെ ഇൻവോൾവ്മെൻറ്റ് തുടക്കത്തിലൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ ഒരു സൈലൻറ്റ് പാർട്ട്ണറായിരുന്നു ആദ്യം. പിന്നെ എപ്പോഴും ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ ഫേസ്ബുക്കൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അതിൻ്റെ താഴെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തെറിയൊക്കെ പറയും ആൾക്കാർ. എന്നാൽ ഒരു കമൻറ്റ് പോലും അതിന് ഡിലീറ്റ് ചെയ്ത് ഞാൻ കാണാറില്ല. അപ്പം ഞാൻ ചിന്തിക്കും, എനിക്കൊക്കെയാണെങ്കിൽ തന്നെ മാനസികമായിട്ടൊരു വിഷമം വരും. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടി വന്നിട്ട് ഒരു കാര്യവുമില്ലാതെ അന്ധമായിട്ട് നമ്മളിങ്ങനെ ആൾക്കാർ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ എന്ത് തോന്നും? നമ്മൾ വായിക്കില്ല, ആ വിമർശനങ്ങളെ നോക്കാറില്ല, അതിനിട്ട് മറുപടി പറയാറുമില്ല. അപ്പോൾ ചിലപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു സെക്രട്ടറി തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയും, സാർ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. അത് നമ്മൾ മറുപടി പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ കാറിൽ പോകാമെന്ന് വിചാരിക്കുക, ഒരു പട്ടി കുറച്ചിട്ട് നമ്മുടെ കാറിൻ്റെ പുറകെ വരണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നിർത്തിയിട്ട് കല്ലെറിയോ? ഞാൻ കല്ലെറിയില്ല. നിങ്ങളെറിയോ? ഇല്ല. അതേ രീതിയിൽ മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു ക്രിയാത്മകമായ വിമർശനം വന്നാൽ അതിനെ എങ്ങനെ നോക്കിയാണ്? കാരണം വളരെ പോസിറ്റീവായിട്ടൊരു വിമർശനം വന്നാൽ, കാരണം നമ്മളെപ്പോഴും വിമർശനങ്ങൾക്ക് അതീതരല്ല മനുഷ്യൻ. അല്ല, അത് നമ്മൾ ശ്രദ്ധിക്കും. അതായത് ഓക്കെ, പിന്നെ അത് അല്ലെങ്കിൽ അത് ആവർത്തിക്കാണ്ട് നോക്കും. അതായത് നമ്മുടെ വശത്ത് എന്തെങ്കിലും കറക്ഷൻ വേണ്ടതാണെങ്കിൽ നമ്മൾ അത് പരിഗണിക്കും. പിന്നെ അത് തെറ്റാവർത്തിക്കാതെ നോക്കും. അങ്ങനെ എന്തെങ്കിലും കറക്റ്റ് ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ? എത്രയോ കറക്ഷൻസ് നടന്നിട്ടുണ്ടാവും അറിയാതെ. അതായത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഏറ്റവും കൂടുതൽ പുറത്തേക്കൊക്കെ സാറിൻ്റെ പടം ഏറ്റവും കൂടുതൽ വെട്ടിയിട്ടിട്ടൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയുള്ള പല ആൾക്കാരും ഇദ്ദേഹമാണ് പട്ടികളെ കൊല്ലുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, കേരളത്തിലെ ഏറ്റവും ക്രൂരനായ സംരംഭകനാണ്. തീർച്ചയായിട്ടും ഞാനൊരു 10-12 വർഷം മുമ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ നിരാഹാരം കിടന്നിട്ടുള്ള ആളാണ്. കാരണം ഒന്നുമില്ല, ഇതൊരു അനീതിയല്ലേ. കാരണം ഒരു സൈഡിൽ ഇതിന് വേണ്ടിയിട്ട് മൃഗസ്നേഹികളെന്ന് പറഞ്ഞിട്ട് കുറേ പേരുണ്ട്. അവർ സുഖമായിട്ട് മട്ടനും ചിക്കനും കഴിക്കുന്നു. ഈ മട്ടനും ചിക്കനും മൃഗങ്ങളല്ലേ? അറിയാഞ്ഞിട്ട് ചോദിക്കുക. അത് കഴിച്ചിട്ട് ഈ പട്ടികളെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാവണില്ല, ഇപ്പോഴും മനസ്സിലാവുന്നില്ല. തന്നെയല്ല, നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇത് റോട്ടിൽ തെരുവ് പട്ടികളെ കാണാറില്ല. അപ്പോൾ അമേരിക്കയിലായാലും ശരി, എവിടെയായാലും വികസിത രാജ്യങ്ങളിലെങ്ങുമില്ല. അതേസമയം മറ്റേ ബാക്ക്വേർഡ് കൺട്രീസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിലൊക്കെ പോയാൽ കാണാം. നമുക്കങ്ങനെ മതിയാവും. എന്നാലേ ഈ പട്ടികൾ വട്ടം ചാടുന്നു, ബൈക്ക് മറിയുന്നു,
എത്രയോ പേരെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നടുവൊടിഞ്ഞ് കിടക്കുന്നു, ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം വഴിമുട്ടുന്നു, കുട്ടികളെ കടിച്ചു കയറുന്നു. അപ്പോൾ അതൊക്കെ ശരിയാണ്, ഒരു തോന്നലിൽ നിന്നുണ്ടായതാണ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, അത് വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ല. ഒരു പുതിയ ലോകത്തിലേക്ക് പോകുമ്പോൾ പുതിയ സംരംഭകർ എപ്പോഴും നോക്കാറുണ്ട് എന്താണ് കൊച്ചൗസേപ്പ് അവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ വ്യക്തി എന്ന നിലയിൽ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ് സാറിന്? അല്ല, അതായത് ആദ്യം നമ്മുടെ നിലയുറപ്പിക്കണം. അതായത് നമ്മുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മൾക്കൊരു ബേസ് ഇല്ലാതെ നമ്മൾ കയറിയിട്ട് അഭിപ്രായം പറയാൻ പോയിട്ട് കാര്യമില്ല. ഇപ്പം ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ജനങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിന് ശേഷമാണ്, അല്ലേ? അതെ അതെ. അല്ലാതെ നമ്മളാരും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ആ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ബിസിനസ് തന്നെയായിരിക്കണം. ഞാൻ പറയും സെക്കൻഡ് പ്രയോറിറ്റി നമ്മുടെ ബിസിനസ് തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സാമൂഹിക പ്രവർത്തനവും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതി. ചിലവരുണ്ട് ഒന്ന് സാമ്പത്തികമൊക്കെ കുറച്ച് ബെറ്റർ ആകുമ്പോഴേക്കും അയാൾ പോയി വേറെ സാമൂഹിക പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ അയാൾ പോയി റോട്ടറിയുടെ ഗവർണറായി, അല്ലെങ്കിൽ മറ്റേ ലയൺസിൻ്റെ വലിയ ആളായി, മറ്റേതിൻ്റെ ആളായി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ഇതിലേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ അവസാനം ബിസിനസ് പുറകോട്ട് പോവും. അങ്ങനെയുള്ളവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോർ മേഖല ഇട്ട് കളിക്കരുതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും ആ ഒരു മേഖലയിൽ തന്നെ നിൽക്കണം. ഇന്നത്തെ സംരംഭകരെല്ലാം സാർ IPO ചെയ്ത ഒരാളാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് SME IPO ആണ്. കാരണം അവർ പറയാണ്ട് പലരും ചെറിയ രീതിയിൽ പെട്ടെന്ന് ഒരു IPOക്ക് SME IPOക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. എന്താ അവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താ? ഗവൺമെൻറ് ഈ SME IPO കൊണ്ടുവന്നത് തന്നെ ചെറുകിട സ്ഥാപനങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഫണ്ട് റേസ് ചെയ്യുക, പ്രത്യേകിച്ച് പലർക്കും നല്ല ആശയങ്ങളുണ്ടാവും, അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇതേമാതിരി ഫണ്ട് റേസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണല്ലോ. അതെ അതെ. പ്രത്യേകിച്ച് SME ലെവലിൽ റെഗുലേഷൻസ് കുറേ കൂടിയും കുറവാണ്. ഇപ്പം നമ്മൾ ലാൻഡ് ഡെവലപ്പേഴ്സ് പോകുന്നത് ഫുൾ ബോർഡാണ്, SME അല്ല. SME IPOക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട്, പക്ഷേ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. അതായത് SME IPO പോകണമെങ്കിൽ നമ്മൾ സ്ഥാപനം ഒരടുക്കും ചിട്ടയിൽ ആക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം ആദ്യം. അത് ആണെന്ന് 100% ഉറപ്പ് വരുത്തിയിട്ടേ SME IPO പോകാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും പലർക്കും പറ്റുന്നത് പണം കിട്ടാൻ വേണ്ടിയിട്ട് തല്ലിക്കൂട്ടി കണക്കുകളൊക്കെ ഒപ്പിച്ച്, അല്ലെങ്കിൽ ഒരു വിൻഡോ ഡ്രസ്സിങ്ങൊക്കെ നടത്തി അത് എങ്ങനെയെങ്കിലും ഒരു പ്രസൻറ്റബിളാക്കി എത്ര പേരെ പറ്റിക്കാൻ പറ്റും? അധികം നാൾ പറ്റില്ല. അപ്പോൾ ഓഫ് കോഴ്സ് കുറേ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സുണ്ട്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന അത്തരക്കാരുണ്ട്, നല്ല കാര്യം. പക്ഷെ അവരും നോക്കാൻ പോകുന്നത് വാട്ട് നെക്സ്റ്റ്, അടുത്ത കൊല്ലം എങ്ങനെയായിരിക്കും, റിസൾട്ട് എങ്ങനെയായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടോ. ഒരു കൊല്ലം ക്ഷമിക്കും, 2 കൊല്ലം ക്ഷമിക്കും, അതിൽ കൂടുതൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അവർ കിട്ടിയ വിലയ്ക്ക് അവർ സ്റ്റോക്ക് വിറ്റൊഴിയും. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് പുറകോട്ട് പോകും. അതല്ലേ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാറുള്ളത്, നമ്മളൊരു സ്ട്രെങ്ത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് പബ്ലിക് ഇഷ്യൂ പോലെ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ലാൻഡ് ഡെവലപ്പേഴ്സ് തുടങ്ങിയിട്ട് 12-13 വർഷമായി. 13 വർഷമായി. ഇപ്പോൾ ഏകദേശം ഒരു 400 crores ടേൺ ഓവറിലേക്കൊക്കെ എത്തിയപ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അത് ഫുൾ ബോർഡാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് അതിൻ്റേതായൊരു സ്ട്രക്ചർ വേണം, അതിനൊരു സെറ്റപ്പ് വേണം, അതിന് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണല്ലോ അല്ലാതെ ഷോർട്ട് കട്ടിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുക, അതിനുശേഷം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഈ സംരംഭകർ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, സാറിൻ്റെ ഒരു ഡ്രസ് കോഡ് വളരെ യുണീക്കാണ്. പണ്ട് കാലത്ത് വേറൊരു ഡ്രസ് കോഡായിരുന്നു, പക്ഷേ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇതിലൊരു ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷറി വാഹനങ്ങൾ പലരും വാങ്ങുന്നത് പോലെ സാർ വാങ്ങി കണ്ടിട്ടില്ല. ആവശ്യത്തിന് 1-2 വാഹനങ്ങൾ സാർ കൊണ്ട് മിതത്വം എന്നുള്ളതിനേക്കാൾ ഒരു പ്ലാനിങ്ങിൽ വാങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു സംരംഭകൻ അവൻ്റെ ഡ്രസ് കോഡ് എന്തായിരിക്കണം,
അവൻ എപ്പോഴാണ് ഒരു ലക്ഷറി വണ്ടിയൊക്കെ വാങ്ങി തുടങ്ങേണ്ടത്? അവൻ എക്സ്പെൻസീവ് ആവേണ്ടത് ഏത് ഘട്ടത്തിലാണ്? ഞാൻ പറയും, സംരംഭകനെ കണ്ടിട്ടല്ല ബാങ്കുകാർ ലോൺ തരുന്നത്, അവർ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്. സംരംഭകൻ്റെ കോട്ടിൻ്റെ വില നോക്കിയിട്ടാണോ ലോൺ തരാൻ പോകുന്നത്? അല്ല. അപ്പോൾ ഞാനെപ്പോഴും പണ്ട് തൊട്ടേ ആദ്യമൊക്കെ ഇപ്പോൾ ഷർട്ട് ഇഞ്ചി ആറുമില്ല, കാരണം അതൊക്കെ ഒരു ഡിസ്കംഫർട്ടാണ്. അതേമാതിരി ഏത് ഫംഗ്ഷന് പോയാലും ഞാനൊന്നും സൂട്ട് ധരിക്കാറില്ല. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, കാരണം അത് എന്നെ കണ്ടിട്ട് എനിക്ക് ലോൺ കമ്പനിക്ക് ലോൺ കൊടുക്കണ്ടാന്ന്. എൻ്റെ കംഫർട്ടിൽ ഞാൻ ജീവിക്കുകയുള്ളൂ. കംഫർട്ടാണ് പ്രയോറിറ്റി. അപ്പോൾ ഷീലയ്ക്കൊക്കെ എതിരഭിപ്രായമുണ്ട്, കാരണം ഞാൻ ഇങ്ങനെ നടന്നാൽ പോരാ, കുറേ കൂടി സ്റ്റൈലായിട്ട് നടക്കണം എന്നൊക്കെയാണ് ആൻറ്റിയുടെ അഭിപ്രായം. അതെ. കാറുകളുടെ കാര്യം പറഞ്ഞാൽ, ഞാനൊക്കെ ഒരു ലക്ഷറി കാറൊക്കെ മേടിച്ചത് പിള്ളേർക്കും കൂടി വേണ്ടിയിട്ടായിരുന്നു. പിള്ളേർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അയ്യോ ഇത്രയൊക്കെ സൗകര്യം ഉണ്ടല്ലോ, അപ്പോൾ ഡാഡി ഒരു ബെൻസ് മേടിച്ചാലല്ലേ അവർക്ക് അതുപോലത്തെ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മേടിച്ചാണ്. വണ്ടി ഒരാൾ മേടിക്കുന്നതിന് കൃത്യമായ ഒരു കാൽക്കുലേഷൻ വല്ലതും പറയാനുണ്ടോ നമുക്ക്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയും, നല്ല സാമ്പത്തികം സ്ട്രോങ് ആകുമ്പോഴാണ് നമ്മൾ വില കൂടിയതിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ എന്നേ. കാരണം മണി ഈസ് സ്കേഴ്സ്. പണം അമൂല്യമാണ്. നമ്മൾ വെള്ളം അമൂല്യമാണെന്നൊക്കെ പറഞ്ഞ മാതിരി പണം അമൂല്യമാണ്. എപ്പോഴും ഞാനത് പറയും. അത് ഒരു പൈസ ചിലവാക്കണമെങ്കിൽ ഞാൻ സൂക്ഷിച്ചേ ചിലവഴിക്കുകയുള്ളൂ. ഞാനൊരു പിശുക്കനാണെന്നേ. അത് പറയാൻ എനിക്കൊരു മടിയില്ല. പിശുക്കാന്ന് വെച്ചാൽ അത് വിചാരിച്ചിട്ട് നേരം കൊണ്ട് രണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചുകൂടെ? അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാത്തിലും സൂക്ഷ്മത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഈ കിഡ്നിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കൊടുക്കുന്നത്. നമുക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട്. ഒരു പേടിയൊക്കെ തോന്നില്ല, ഇത് കൊടുക്കണോ വേണ്ടതൊക്കെ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെ ആലോചിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞാനൊരു മണ്ടനല്ലല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഒത്തിരി ഡോക്ടർമാരായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പരിചയമുള്ള ഡോക്ടർമാർ ധാരാളം പേരുണ്ട്. അതിൽ തന്നെ നെഫ്രോളജിസ്റ്റ്, അവരോടാണല്ലോ അഭിപ്രായം ചോദിക്കേണ്ടത്. അപ്പോൾ അവർ പരിചയമുള്ളവർ പതുക്കെ ഡിസ്കറേജ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിചയമുള്ളവരോട് ചോദിച്ചാൽ ശരിയാവില്ല, പരിചയമില്ലാത്തവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ 60ാമത്തെ വയസ്സിലാണ് കൊടുത്തത്. ഒരു പഴയ കിഡ്നിയാണ് കൊടുത്തത്, അത്ര വലിയ കാര്യമൊന്നുമില്ല. ചോദിച്ച് മനസ്സിലാക്കി. അതായത് അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെന്ന് ഞങ്ങൾ 100% ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് മറ്റേ കൊടുത്ത ആൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുതല്ലോ. അവരില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങളത് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് കേൾക്കാമല്ലോ. ഈ കിഡ്നി കൊടുത്ത ആളെ പിന്നീട് കണ്ടായിരുന്നോ? ധാരാളം തവണ കണ്ടിട്ടുണ്ട്. ആളെന്ത് പറഞ്ഞു? ഞാൻ അങ്ങനെ ഒരടുപ്പം സ്ഥാപിക്കാറില്ല. അതിന് ഒരു കാരണമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു. കാരണം അയാളുടെ വൈഫ് കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ ഇവരുടെ മാച്ച് ആയിരുന്നില്ല ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഫാദർ ഡേവിസ് ചെർമേലൊരു സജഷൻ വെച്ചത്, അതായത് ആ ലേഡി വേറെ ആൾക്ക് കൊടുക്കട്ടെ, ഞാൻ ഇങ്ങേർക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങേരെ കടം വീട്ടിയിട്ടുണ്ട്, ഭാര്യ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഭാര്യ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നല്ലേ അപ്പോൾ എന്നോടൊരു ഓബ്ലിഗേഷൻ്റെ ഒന്നും ആവശ്യം അങ്ങേർക്കില്ല. എൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ സാറിനെ നേരിട്ട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാമോ? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കലാകാരനെ ഞങ്ങൾക്ക് വേണ്ടി അനുകരിക്കാൻ പറ്റുമോ? അല്ല, ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആ പരസ്യം നിർത്തിയെന്നാണ്. ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഈ നഗരത്തിന് എന്ത് പറ്റി, ചിലയിടത്ത് ചാരം ചിലയിടത്ത് പോകാം, ഒരു ശരാശരി പൗരൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില, 1 കിലോയ്ക്ക് 650 രൂപ. ശരിയായിട്ടുണ്ട്. ചിലയിടത്ത് പുക എന്താണ്, ആരും ഒന്നും മിണ്ടാതെ സഹിക്കുന്നത്, എല്ലാം നേടി.
എല്ലാ കാര്യങ്ങളും നേടിയെന്ന് വിശ്വസിക്കും. സാറ് നേടിയെന്നാണ് ഞങ്ങൾ പുറമേ നോക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ സാറിന് തോന്നുള്ളൂ ഞാൻ ഇന്നത് നേടിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. സാർ എന്ത് നേടിയപ്പോഴാണ് സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻ്റ് എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ലത്. കാരണം ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, അതായത് ഇപ്പോൾ എനിക്ക് എത്രയോ ഉയരാൻ പറ്റി. അതായത് ഇപ്പോൾ എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ പലരെയും അപേക്ഷിച്ച് എനിക്ക് എത്രയോ ഉയരാൻ സാധിച്ചു. അപ്പോൾ അതിന് പണത്തിന് പണം തന്നെ വേണം, അത് കാര്യം. അതേസമയം ഈ പറഞ്ഞ മാതിരി, നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ 75 വയസ്സും കഴിഞ്ഞു. ഇടയ്ക്കാന്ന് വർക്ക്ഷോപ്പിലൊക്കെ കയറും, അന്നേരം തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഒപ്പം പഠിച്ചിരുന്ന എത്രയോ പേര് ബൈ പറഞ്ഞു, സ്ഥലം വിട്ടു. എന്നെക്കാളും പ്രായം കുറഞ്ഞ കസിൻസ് വരെ ചിലർ സ്ഥലം വിട്ടിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് പ്രശ്നമില്ല, പണത്തിന് പ്രശ്നമില്ല, രാത്രി ഉറക്കത്തിന് പ്രശ്നമില്ല, മനസ്സമാധാനത്തിന് പ്രശ്നമില്ല. ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, സാറിനെ ഒന്ന് നേരിട്ട് കാണണം. സാറ് കുറേ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് മേടിച്ച് എനിക്കൊന്ന് രക്ഷപ്പെടണം, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ പറയും എനിക്കങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും പൊതുജനങ്ങളുടെ ഒരു സംശയമാണ്, എങ്ങനെ ജോസഫ് സാറിലേക്ക് എത്താം? ഒന്ന് താങ്കൾ ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നത്. അതിലൊരു കാര്യം വേണമെങ്കിൽ വ്യക്തമാക്കാം. അതായത് ഞാൻ ആദ്യം ഇതുപോലെയുള്ള ചെറിയ കമ്പനികളിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനായിട്ട് ആലോചിച്ചിരുന്നു. 2-3 ചെയ്യുകയും ചെയ്തു. പിന്നെ അതിൽ നിന്ന് പിന്മാങ്ങി. പിന്നെ പുതിയതായിട്ട് ചെയ്തിട്ടില്ല. അതിന് കാരണം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണമെങ്കിൽ അതിന് വേറൊരു വിങ് വേണം. നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ഏഞ്ചൽ ഫണ്ടിങ് എന്നൊക്കെ ചെയ്യാനായിട്ട് അത് അവർ എന്താ ചെയ്യാൻ പോകുന്നത്, അവരുടെ പ്രോജക്റ്റ് എന്താണ്, അവരുടെ പ്ലാൻ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് വരെ ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പറ്റിയ പണിയല്ല. നമുക്ക് പറ്റാവുന്ന പണി ചെയ്താൽ മതി എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. സാറിനെ കാണണമെന്ന് പലരും പറയും, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി, ആളുടെ 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഈ 5 മിനിറ്റ് സംസാരിക്കാൻ അങ്ങനെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് കൊടുക്കാറുണ്ട്? എന്താ അതിൻ്റെ ഒരു പോളിസി? അത് അങ്ങനെ സംസാരിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ധാരാളം ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ധാരാളം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ അല്ലാതെ വെറുതെ ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ടൊരു കാര്യമില്ല. അവസാനം അത് ആ സംസാരം ചെന്ന് അവസാനിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കായിരിക്കും. അതായത് അങ്ങനെ കാണാറില്ല പൊതുവെ ആളുകൾ. അല്ല, നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ ചോദ്യങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ സ്പാർക്കിൻ്റെ പ്രേക്ഷകരോട് ഇത്രയും വിജയിച്ചൊരു സംരംഭകൻ എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? അല്ല, ഇത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തന്നെ. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം, അല്ലാതെ മുന്നോട്ട് പോവില്ല. അതേമാതിരി സെൽഫ് ഡിസിപ്ലിൻ വേണം, അല്ലാതെ മുന്നോട്ട് പോവില്ല. ഇപ്പോൾ എനിക്കിപ്പോഴത്തെ ഇത്രയും 75 വയസ്സ് കഴിഞ്ഞിട്ടും ഇത്രയും ഹെൽത്ത് ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ എടുക്കും ചിട്ടിയായിട്ടുള്ള ജീവിതം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാമ്പത്തിക സൗകര്യമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എൻ്റെ ആരോഗ്യം വേണമെങ്കിൽ എനിക്ക് തന്നെ നശിപ്പിക്കാമായിരുന്നു. എനിവേ, അപ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടിയും ഉണ്ടായാൽ നല്ലത്. നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ഈ വക കാര്യങ്ങൾ. പിന്നെ ഞാനെല്ലാം തികഞ്ഞ ആളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നാൾ ജീവിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. താങ്ക് യു. സാറിനോട് എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ വയ്ക്കാം. പണ്ട് ഞങ്ങൾ ക്ലബ് ഹൗസിൽ ഒരിക്കൽ സാറിനെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടൊരു കാര്യം, അന്ന് ക്ലബ് ഹൗസ് എല്ലാ ആൾക്കാർക്കും ഞാനാണ് എടുത്തിട്ട് ഇങ്ങനെയാണ് ക്ലബ് ഹൗസ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓൾറെഡി 5000-6000 ഫോളോവേഴ്സും കണ്ടായിട്ട് സാറ് ക്ലബ് ഹൗസിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചൊരു വ്യക്തിയായിരുന്നു. തങ്ങളെക്കാൾ ചെറിയ സംരംഭകർ അത് പഠിച്ചിരുന്നില്ല. അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു 6:30 വരും, 7:30 ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കാരെത്തുമ്പോൾ ഒരു 6:45-7 മണിയൊക്കെ ആകും. അപ്പോൾ ഞാൻ പറഞ്ഞു 6:45 6:30 to 7:30 എന്നൊക്കെ എന്നോട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാർ ഒരു 7:30 ഇത്രയും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ 7:30 എന്നുള്ളതൊരു 7:45 8 മണിയൊക്കെ ആക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു, ആൾക്കാരിങ്ങനെ കൈ ഉയർത്തുന്നു, ക്ലബ് ഹൗസിലൊരു ഹാൻഡ് റൈസിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ.
7:30 സാറ് പറഞ്ഞു, റെങ്കു നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞു, ഞാൻ ഇറങ്ങോട്ടെ എന്ന് പറഞ്ഞിട്ട് ടപ്പേന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഈ ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ, പക്ഷേ അത് നമ്മളെല്ലാവരും അത് ഭയങ്കര പോസിറ്റീവായിട്ട് കണ്ടു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ എന്നെപ്പറ്റി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞ സമയത്തിന് വരും. ഞാൻ പറഞ്ഞ സമയം കഴിയുമ്പോൾ ഞാൻ പോവും. കാരണം മറ്റ് ഫോർ എക്സാമ്പിൾ ചിലർ 2-3 സ്പീക്കേഴ്സൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ ചിലർ എന്നെക്കാളും മുമ്പുള്ള ആൾ ചിലപ്പോൾ കുറേ അധികം സംസാരിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം നമ്മൾ അവർ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടാവും സമയം, ഓൾറെഡി നമ്മുടെ സമയം തീരാറായി. അപ്പോൾ ഞാൻ സമയം കുറച്ച് സംസാരിക്കുകയുള്ളൂ, കാരണം കേൾക്കുന്നവരുടെ സമയത്തിനൊരു വിലയില്ലേ. അപ്പോൾ ജീവിതത്തിലെ പഞ്ച്വാലിറ്റി എല്ലായ്പ്പോഴും സാറ് കാത്തു സൂക്ഷിക്കാറുണ്ട്. നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 2012 സാറിനെ ആദ്യം മീറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു 14 വർഷം പിന്നിടുന്നു. അപ്പോൾ സാറിൻ്റെ പല കാര്യങ്ങളും ജീവിതത്തിൽ ശ്രദ്ധയോടെ കാണാൻ പറ്റിയിട്ടുണ്ട്. സാർ ഇനിയും മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ഊർജ്ജസ്വലതയോടുകൂടി എന്നിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ വേദിയിൽ വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ സന്തോഷം. ഞാനും എൻജോയ് ചെയ്തു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഇത്രയും നേരം കേട്ടത് ശരിക്കും ഒരു സാധാരണഗതിയിൽ സ്പാർക്കിൻ്റെ വേദിയിൽ പറയാറുള്ളത് ഒരാളുടെ ജീവചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഒരു സംരംഭകൻ കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഒരുപാട് പേർക്ക് മാർഗനിർദ്ദേശമാകും, ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തുമെന്നാണ് സ്പാർക്ക് വിശ്വസിക്കുന്നത്. ഈ വേദിയിലേക്ക് വന്നതിന് അദ്ദേഹത്തോടുള്ള എല്ലാ നന്ദിയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.